കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 154 സെഷനിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. റോമാലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്നൊരു വിഷയമാണ് കഴിഞ്ഞ ചില അധ്യായങ്ങളായിട്ട് 12-ാമത്തെ അധ്യായം മുതൽ 15-ാമത്തെ അധ്യായം വരെ നമ്മൾ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12 മുതൽ 15 വരെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്നൊരു വിഷയമാണ്. 16-ാമത്തെ അധ്യായത്തിൽ ബേസിക്കലി വന്ദനവും മുന്നറിയിപ്പും സല്യൂട്ടേഷനാണ്. ഇന്ന് 15-ാമത്തെ അധ്യായമാണ് നമ്മൾ അവസാനമായിട്ട് അതിൻ്റെ അവസാന ഭാഗങ്ങളാണ് ചിന്തിക്കുന്നത്. ദൈവഹിതമായാൽ അത് ചിന്തിച്ച് 16-ാമത്തെ അധ്യായത്തിലും കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവഹിതം പോലെ ഞാൻ അതിനായിട്ട് വിട്ടുകൊടുക്കുന്നു, സമർപ്പിക്കുന്നു. 15-ാമത്തെ അധ്യായം 15-ാം വാക്യം വരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. 15-ാമത്തെ വാക്യം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അല്പം കൂടെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ അത് ചിന്തിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിർത്തുകയായിരുന്നു. ഇന്ന് നമ്മൾ അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആ ചിന്തയിലേക്ക് വരുവാനായി പോവുകയാണ്. എന്നാൽ അതിന് മുൻപായിട്ട് 2 കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. ഒന്ന്, AWIന്റെ അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2ാമത്തെ ബാച്ച് അവസാന ദിനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ എനിക്ക് ആ മീറ്റിങ്ങിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങളുടെ കൂടെ കാണും. അതിനുശേഷം മറ്റേ മീറ്റിങ്ങിലേക്ക് കയറേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇന്ന് ക്ലോസ് ചെയ്യും, ഈ ഒരു മീറ്റിംഗ് ക്ലോസ് ചെയ്യുമെന്ന് ഓർപ്പിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ കൂടുതൽ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ഈ സമകാലിക സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ അന്ത്യകാലം എന്നൊരു വിഷയത്തെ ക്രിസ്ത്യൻഡം പൊതുവെ തെറ്റായി പഠിപ്പിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. ആദ്യത്തെ ഒരു അല്പസമയം ഞാൻ ആ അന്ത്യകാലം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഈ സമകാലിക സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടും അനേക പ്രഭാഷണങ്ങൾ, പ്രവചനങ്ങൾ, പ്രതിഭാസങ്ങൾ ഒക്കെ നിങ്ങൾ കാണുകയും യൂട്യൂബിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ അന്ത്യകാലം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. ഈ മുഴുവനും പഠനങ്ങളും ഈ കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു ടൈം ലൈനും എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ടൈം പീരീഡുകൾ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്കൊരു അറിവുള്ളത് മൊത്തത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പ്രയോജനപ്പെടും. അതുകൊണ്ട് തന്നെ ഈ അന്ത്യകാലം എന്താണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. 10 മിനിറ്റ് കൊണ്ട് അവിടുന്ന് മാറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അന്ത്യകാലം ഇന്ന് സാധാരണ ആരോട് ചോദിച്ചാലും പറയുന്ന ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. അന്ത്യകാലത്ത് ഇതെല്ലാം സംഭവിക്കണം, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധം ചെയ്യും, പല സംഭവങ്ങൾ നടക്കും. ക്രിസ്ത്യാനികൾ സാധാരണ പറയാറുണ്ട് കള്ളപ്രവാചകന്മാര് അനേകർ വരും എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇത് എന്തിന്റെ ബേസിസിലാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചനത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനി പൊതുവെ അന്ത്യകാലത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പെന്തക്കോസ്ത് നാളിൽ, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ ആ പെന്തക്കോസ്ത് ദിനത്തിൽ അന്ത്യകാലം ആരംഭിച്ചു എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അതൊരു എന്താ പറയുന്നത്, ഒരു ഭൂലോക തെറ്റാണ്. അന്ത്യകാലം എന്ന് പറയുമ്പോഴത്തേന് ദൈവം യഹൂദനോടുള്ള ബന്ധത്തിൽ ക്രമീകരിച്ചിരുന്ന ഒരു പീരീഡാണ്, ഒരു ടൈം പീരീഡാണ്. ഒരാഴ്ച വട്ടത്തെ ഒരു 7 വർഷത്തെ ഒരു ടൈം പീരീഡാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത്. അത് സഡൻലി വന്നതൊന്നുമല്ല, ഒറിജിനൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്ന കർത്താവ് ലോകത്തിൽ വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പേ അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ എടുത്ത് കാണിച്ച് അതിൻ്റെ ഒരു ആധികാരികത പറഞ്ഞ് ഈ വിഷയം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരമ്യാ പ്രവചനം ഞാൻ 30-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, യിരെമ്യാ 30:7 അവിടെ വായിച്ചു നോക്കി. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇവിടെ യിരെമ്യാ പ്രവാചകൻ ഏകദേശം കർത്താവ് വരുന്നതിന് 600 വർഷങ്ങൾക്ക് മുൻപ് വന്ന പ്രവാചകന്. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇത് യാക്കോബ് എന്ന് പറയുന്ന ഇസ്രായേലിനെയാണ്. ഇസ്രായേലിനോടുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം പറയുന്ന ഒരു ടൈം പീരീഡാണ്. അതൊരു മഹാകഷ്ടം അല്ലെന്നുണ്ടെങ്കിൽ മഹാപീഡനം അവരുടെ ഇടയിൽ ദൈവം കൊടുക്കുന്ന ഒരു ടൈം പീരീഡാണ്. അതിനെക്കുറിച്ച് അനേകർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ യിരെമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിച്ചാൽ അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് വിടുവിക്കും. ഇപ്പൊ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ 1-2 റെഫറൻസോടെ കാണിക്കാം. സക്രിയ പ്രവാചകന്റെ പുസ്തകം നോക്കിയാൽ, സക്രിയ പ്രവാചകന്റെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 13-ാം അധ്യായം 8-9 വാക്യം വായിക്കാം. സക്കറിയ 13:8-9 അവിടെ
അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഇതാ അവിടെ പറയുന്നത്, എന്നാൽ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. അതായത് 1/3 ശേഷിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് യഹൂദനോട് പറയുന്ന രണ്ടാമത്തെ എന്നല്ല, ഇതിനോടുള്ള ബന്ധത്തിൽ പറയുന്ന വേറൊരു പ്രവചനമാണ്. അവരിൽ 2/3 നശിച്ചു പോകും, അതിൽ 1 ശേഷിക്കും. ആ ശേഷിക്കുന്ന 1 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിച്ചതുപോലെ അവരെ ഊതി കഴിക്കും. അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീയിൽ കൂടി, അഗ്നിശോധനയിൽ കൂടി കടന്നു പോകുന്ന പോലെ അവർ കടന്നു പോകും. പൊന്ന് ശോധന കഴിക്കുന്ന പോലെ അവരെ ശോധന കഴിക്കും. അവരെന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും. അവരെന്റെ ജനം എന്ന് ഞാൻ പറയും, യഹോവ എന്റെ ദൈവം എന്ന് അവരും പറയും. ഇത് സഖറിയാ പ്രവാചകനാണ്. ഇതുപോലെ ഒത്തിരി പ്രവചനങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പഴയ നിയമത്തിൽ ഉടനീളം ഈ ഒരു ടൈം പീരീഡിനെ കുറിച്ച് കാണാൻ പറ്റും. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് 9-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളോടൊന്ന് കാണിച്ചോട്ടെ. 24 മുതൽ താപ്പോട്ട് ചില വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദാനിയേൽ പ്രവചനം 24 മുതൽ. അവിടെ പറയാണ്, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇത് ഇസ്രായേൽ മക്കള് ഇറാനിൽ, അതായത് അന്ന് അവര് ബാബേൽ പ്രവാസത്തിലേക്ക് അവരെ പിടിച്ചോണ്ട് പോകാനായിട്ടിടയായി. ആ ബാബേൽ രാജാവ് നെബൂഖദ്നേസറും അതിനുശേഷം ഉണ്ടായിരുന്ന ബെൽശസ്സറും ഒക്കെ അവരുടെ വാഴ്ചയുടെ ആ അവസാന സമയമായി കഴിഞ്ഞപ്പോഴത്തേനും മെദോ പേർഷ്യൻ രാജാക്കന്മാർ, അതായത് കോരേശ്, അത് കഴിഞ്ഞ് ദാര്യാവേശ്, ഇറാനാണ്, അവരെ പിടിക്കുകയും അന്നത്തെ അവരുടെ രാജാവായിരുന്ന കോരേശ്, സൈറസ് എന്ന് പറയുന്ന കോരേശ് രാജാവ് പിടിക്കുകയും ദാര്യാവേശും കോരേശും അവരെ വാഴുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം 70 വർഷം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേനും അവർ മടങ്ങിപ്പോരുന്നു, അവരുടെ രാജ്യത്തേക്ക്, അവരുടെ ദേശത്തേക്ക് മടങ്ങി പോരുവാനായിട്ടിടയായി. അന്ന് അവരോട് പറയുന്നതാണ്, അന്ന് ആ കോരേശ് ഒരു ഡിഗ്രി, ഒരു കൽപ്പന പുറപ്പെടുവിക്കും. അന്ന് മുതൽ, ആ കൽപ്പന പുറപ്പെടുവിക്കുന്ന നാൾ മുതൽ ഈ അവസാനം വരെ, അന്ത്യനാൾ കഴിഞ്ഞ് അവർ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുന്നവരെ 70 ആഴ്ചവട്ടം എന്നാ പറയുന്നത്. ആ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 49 490 വർഷമാണ്. ഈ കോരേശ് ഡിഗ്രി പുറപ്പെടുവിക്കുന്ന നാൾ മുതൽ ഇവര് ഈ ബാബേൽ പ്രവാസത്തിലായിരിക്കുന്ന സമയം അവിടുന്ന് കോരേശ് അവരെ പറഞ്ഞയക്കുന്ന ഒരു സമയമുണ്ട്. അന്നേരമാണ് എസ്രാ പ്രവാചകനും എസ്രാ പുരോഹിതനും സെരുബാബേലിന്റെയൊക്കെ നേതൃത്വത്തിൽ അവർ വന്ന് യെരുശലേമിൽ പള്ളി പണിയുന്നത്. അതിനുശേഷമാണ് നെഹമ്യാവിനെ അയക്കുന്നത്, വന്ന് ആ ചുറ്റുമതിൽ പണിയുന്നത്. ഇതെല്ലാം അവിടുന്ന് ആ പ്രവാസത്തിൽ നിന്ന് അവരെ അയക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഡിഗ്രി പുറപ്പെടുന്ന ദിവസം മുതൽ ഇവർ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുന്നത് വരെ 70 ആഴ്ചവട്ടം, 7 49 490 വർഷം എന്ന് പറയുക. അതിലെ 69 ആഴ്ചവട്ടം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ കാൽവറിയിൽ കൂടെ ആ ഒരു വാഗ്ദത്ത പദ്ധതി അഭിഷിക്തൻ ഛേദിക്കപ്പെടുമ്പോൾ 69 ആഴ്ചവട്ടം തികഞ്ഞിരിക്കും. അതിനുശേഷം പിന്നെ അവരുടെ മുന്നിൽ അവശേഷിക്കുന്ന ഒരാഴ്ചയാണ്. ആ ഒരാഴ്ചയാണ് ഈ കഷ്ടകാലം, അല്ലെന്നുണ്ടെങ്കിൽ അവസാന കാലം എന്നൊക്കെ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യാക്കോബും സക്കറിയാവും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം. ആ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം ശരിക്കും പൊന്ന് ഊതി കഴിക്കുന്നത് പോലെ അവരെ ശോധന ചെയ്യുന്ന ഒരു സമയമാണ്. ഇതിന്റെ താപ്പോട്ട് ഇവിടുന്ന് വായിച്ചിട്ട് ഞാൻ ഇവിടുന്ന് മാറാം. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും, നിന്റെ ജനം എന്ന് പറയുന്നത് യഹൂദനാണ്, ഇസ്രായേൽ ജനമാണ്. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും, സ്പെസിഫിക്കലി അവരോട് പറയുന്ന കാര്യമാണ്. 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു, 70 വീക്സ്. അതാണ് 7 49 490 വർഷം എന്ന് പറയുന്നത്. ആ ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. ഞാനിത് 1-2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ തിരികെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇത് ഇവിടെയൊക്കെ ക്ലാരിറ്റി കിട്ടും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ല എന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക്, ഇതാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത്, പലരോടും നിയമത്തെ കഠിനമാക്കും. ഇതിന് 7 വർഷം. ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അതായത് 3.5 വർഷം കഴിയുമ്പോൾ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ വരും. ഇതാണ് എതിർ ക്രിസ്തു. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം, അതായത് അടുത്ത 3.5 വർഷം കൂടെ ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇത് ഇവിടെ എല്ലാം ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ത്യകാലത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുക.
ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന ഒരു ടൈം പീരീഡാണ്. ഈ ടൈം എന്ന് പറയുന്നത് അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ചെറിയ ഒരു ടൈം പീരീഡ്. ലെറ്റ് മീ ഷോ യു ദിസ് ചാർട്ട്. അതുകൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറെ കൂടെ കാര്യങ്ങൾ ക്ലിയർ ആകും. ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇതിനോടകം നല്ല ഫെമിലിയർ ആണ്. ഇവിടെ ഇസ്രായേലിന്റെ ഒരു ടൈം ലൈനായി കാണുന്ന മേളത്തെ ഈ ലൈൻ. അവിടെ മോസസിനെ കാണാം, അതിനുശേഷം ദാവീദ് രാജാവിനെ കാണാം, അതിനുശേഷം ജോൺ ദ ബാപ്റ്റിസ്റ്റ്, പിന്നെ ഈ റെഡ് കളറിൽ കാണുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം 12 അപ്പോസ്തലന്മാര്, കർത്താവിന്റെ ക്രൂശ്, കർത്താവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, 50-ാം നാളിലെ മൂന്നാം നാളിലെ സ്വർഗാരോഹണം, അതിനുശേഷം 50-ാം നാളിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരുന്നു, 12 പേരുടെ മേൽ അഭിഷേകം ചെയ്യുന്നു, സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്നു. കണ്ടില്ലേ, ഈ ഒരു ടൈം പീരീഡ് ആയത്. ഇത് ആ ഗ്രീൻ കളറിൽ കാണുന്ന ആ ഒരു ടൈം കണ്ടില്ലേ, ഇത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നടക്കേണ്ട ഒരു സമയമാണ്. ഇത് ഗ്രീൻ കളറിൽ കാണുന്നത് അത് 7 വർഷത്തെ ഒരു പീരീഡാണ്. 7 years ട്രിബുലേഷൻ. ആ 7 വർഷത്തെ അവരുടെ കഷ്ടകാലം എന്ന് പറയുന്ന സമയമാണ്. അതിന്റെ അവസാനത്തിൽ കർത്താവ് രാജാവായി ലോകത്തിലേക്ക് വരും. എന്തിന്? അവരെ വാഴുവാനായിട്ട്, 1000 ആണ്ട് വാഴുവാനായിട്ട്. ഇവിടെ ഇങ്ങനെ സ്വർഗരാജ്യം, അതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലേക്ക് പോലെ ഭൂമിയിലുമാകണമെന്നുള്ള പ്രാർത്ഥന അർത്ഥാൽ അത് യഥാർത്ഥം ആവുകയാണ്, അത് സംഭവിക്കുകയാണ്. അങ്ങനെ കർത്താവ് രാജാവായിട്ട് ഈ ലോകത്തെ വാഴും. അതിന്റെ അവസാനം 1000 ആണ്ട് വാഴ്ചയിൽ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഇതാണ് വൈറ്റ് ത്രോൺ ജഡ്ജ്. ഇതാണ് ഇവരുടെ പദ്ധതി. ഇവിടുത്തെ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ പോർഷനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. ഇതൊരു സർപ്രൈസേ അല്ല. അവർക്ക് പണ്ട് മുതലേ അവർക്ക് അറിയാവുന്ന. കർത്താവ് വന്നപ്പോഴും അവരോട് ഇത് തന്നെയാണ് പ്രസംഗിച്ച്. യോഹന്നാൻ സ്നാപകന് വന്നപ്പോഴും അവരോട് ഇത് തന്നെയാണ് പ്രസംഗിച്ച്. ശാസ്ത്രിമാരും സദൂക്യന്മാരും പരീശന്മാരും ഒക്കെ യോഹന്നാന്റെ അടുക്കലേക്ക് ചിലരൊക്കെ ഇറങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ നോക്കിയിട്ട് യോഹന്നാൻ പറയുന്നുണ്ട്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ വിട്ടൊഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുമ്പോഴൊക്കെ പറയുന്നുണ്ട്, വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, അത് വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. നല്ല ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വൃക്ഷവും വെട്ടി എല്ലാത്തിനും ചുവട്ടിൽ കോടാലിയുണ്ട്, വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. വീശുമുറമുള്ളവൻ വരുന്നുണ്ട്, അത് കതിരും പതിരും തിരിക്കുന്ന ഒരു നാൾ വരും. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഠിന ശോധനയിൽ കൂടി കടന്നു പോകും. ആ ശോധനയിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുമോ? ദൈവത്തിന്റെ സാക്ഷികളായിട്ട് നിൽക്കാൻ അവർ കഴിയുമോ? അവരെ ശോധന ചെയ്യും. കർത്താവ് ലോകത്തിൽ വന്നപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കി. അതുപോലെ അവരെ അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തില്ല. അവരൊക്കെ പേര് ലേബൽ യഹൂദനായിട്ടുണ്ട്, അവർ എന്തൊക്കെയോ ട്രഡീഷൻ ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിലും ദൈവം ഉലകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് അവർക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. അവരുടെ നേതാവായിരിക്കുന്ന നിക്കോദിമോസിനോട് മാനസാന്തരം എന്ന് പറഞ്ഞിട്ട് എന്താന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കണമെന്ന് ചോദിക്കുക. നീ യഹൂദന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് നിനക്കത് മനസ്സിലാകുന്നില്ലയോ എന്ന് ചോദിക്കുക. അപ്പം അത്രമാത്രം അവരധപ്പതിച്ചിരിക്കുക, കള്ളന്മാരുടെ ഗുഹയായിരിക്കുക. പുരോഹിതന്മാരോട് പറഞ്ഞ വെള്ള തേച്ച ശവക്കല്ലറ പോലെ ആയിരിക്കുക. ഇവരിൽ നീതിയില്ല, അവരിൽ ദൈവവചനമില്ല, ദൈവസ്നേഹമില്ല. അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുക. അവർക്ക് എല്ലാ സംഗതികളും നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെന്നുണ്ടെങ്കിൽ അവരെ ഒരു നാമധേയ പൊളിറ്റിക്കൽ ഇസ്രായേൽ, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഘടന അല്ലെന്നുണ്ടെങ്കിൽ യഹൂദൻ എന്നുള്ളതിനെ ഒഴിച്ചാൽ ആത്മീയമായ ഒരു യഹൂദനല്ല അവർ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലായിരിക്കുന്നവരെ അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തെന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും കൂടെ സ്വർഗരാജ്യത്തിലേക്ക് കയറ്റത്തില്ല. അതാണ് സക്കറിയ പ്രവാചനത്തിൽ നമ്മളിപ്പോ വായിച്ചത്. അവരിൽ 3-ൽ 2 പട്ടുപോകും, അതിൽ 3-ൽ 1 ശേഷിക്കപ്പെടും. ശേഷിച്ചാൽ തന്നെ ആ 3-ൽ 1 അങ്ങ് നേരെ അങ്ങോട്ട് കയറുകയില്ല. അവരെ കഠിന ശോധനയിൽ കൂടി പൊന്ന് ഊതി കഴിക്കുന്ന പോലെ അവരെ ഊതി കഴിക്കും. അതിനുവേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഒരു പീരീഡാണ് ഈ യാക്കോബിന്റെ കഷ്ടം എന്ന് പറയുന്ന പീരീഡ്. ഇതൊന്നും സഡൻലി ഡെവലപ്പ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ ഉലകം സ്ഥാപിച്ച സമയം മുതലേ ദൈവം പ്ലാൻ ചെയ്തിരുന്ന പദ്ധതിയാണ്. അതിനെയാണ് ആ എൻഡ് ടൈംസ് എന്ന് പറയുന്നത്. ഇവിടെ ഇതറിയാൻ വയ്യാതെ, ഈ എൻഡ് ടൈം എന്തുവാന്ന് അറിയാൻ വയ്യാതെ കാണുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ജനം എൻഡ് ടൈം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ കണ്ടില്ലയോ, ഈ പെന്തക്കോസ്ത് കഴിഞ്ഞാൽ ഉടൻ ഈ ഒരു കാലഘട്ടത്തിലേക്ക് കയറുക. ഇവിടെ നമ്മൾ എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ഈ എൻഡ് ടൈംസിന്റെ സെറ്റിങ്ങിലാണ്. അന്ത്യകാലമാകിയാൽ അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കൾ വരും, അന്ത്യകാലത്ത് ഇന്നത് സംഭവിക്കും. യോഹന്നാനാകട്ടെ, പത്രോസാകട്ടെ, യാക്കോബാകട്ടെ, എബ്രായ ലേഖനമാകട്ടെ, എല്ലാം ഈ ഒരു സെറ്റിങ്സിലാണ് എഴുതിയിരിക്കുന്നത്. കാര്യം അത് ഹീബ്രു എപ്പിസ്റ്റൽസ് ആണ്.
യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന എപ്പിസ്റ്റൽസിന് എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം വരെ, അവസാനത്തെ 3 പേജുകൾ ജനറൽ കാര്യങ്ങളുണ്ടെങ്കിലും ആ ഒരു സംഗതികൾ മുഴുവനും അവരുടെ ഇടയിൽ നടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചായി പറയുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ടൈംസ് അല്ലെങ്കിൽ അന്ത്യകാലം എന്ന് പറയുന്നത്. അന്ത്യകാലം നമ്മുടെ ആൾക്കാർ, ക്രിസ്ത്യൻസ് പൊതുവെ വിശ്വസിച്ചിരിക്കുന്നത് അന്ത്യകാലം പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചു, അതുമുതൽ ഇങ്ങനെ അന്ത്യകാലമാണെന്ന്. നമ്മുടെ കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ത്യകാലം എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈം പീരീഡ്, ഒരു ഷോർട്ട് പീരീഡിനെയാണ്. ഇവിടെ 70 ആഴ്ചവട്ടം കൊടുത്തിട്ട് അതിന്റെ അവസാനത്തെ ആഴ്ചയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു 2000 വർഷത്തെ ഒരു ഭയങ്കര യുഗത്തിനെയല്ല അന്ത്യകാലം എന്ന് പറയുന്നത്. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ഒരു 2000 ആണ്ടിലേക്ക് നീണ്ട ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് അന്ത്യകാലമല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസത്തെ നമുക്ക് അന്ത്യകാലത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. ആ അന്ത്യകാലം എങ്ങനെ ആയിരിക്കുമെന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. അന്ത്യകാലം എങ്ങനെയായിരിക്കും, അതെന്ത് സംഭവിക്കും, എന്തെല്ലാം അവിടെ നടക്കും, അതിന്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കും, കർത്താവ് മടങ്ങി വരുന്നതിനെ കുറിച്ചും ഈ കാര്യങ്ങളൊക്കെ ആ അന്ത്യകാലത്തിന്റെ സെറ്റിങ്സിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ മത്തായി 24 മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ ഈ അന്ത്യകാലത്ത് എന്ത് നടക്കും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഈ ഒരു ടൈം പീരീഡ് ആണ്. അത് ഇന്ന് ആരംഭിച്ചിട്ടില്ല. ഇത് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ആ ഒരു ടൈം പീരീഡിലല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഈ ഒരു സ്കെച്ച് നോക്കിക്കേ. ഞാനിത് സിമ്പിളായിട്ട് വരച്ച് കാണിക്കായിരുന്നു, പക്ഷെ ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആകുന്നത് വളരെ നല്ലതാണ് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട്. കണ്ടോ, സ്തെഫാനോസിനെ എറിഞ്ഞു കൊന്നു. അത് കഴിഞ്ഞ് ഈ സംഭവം ആരംഭിക്കേണ്ട ഇവിടെ എതിർ ക്രിസ്തു വാഴ്ചയ്ക്ക് വരികയും എതിർ ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിക്കുകയും ഈ 70-ാം ആഴ്ചവട്ടം അല്ലെങ്കിൽ ഈ അവസാനത്തെ ഈ ഒരാഴ്ചയുടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കർത്താവ് രാജാതിരാജാവായിട്ട് ലോകത്തിലേക്ക് വരേണ്ടിയിരുന്ന ഒരു സമയമാണ്. അവരോട് പറഞ്ഞിരുന്നു, ഇതായിരുന്നു പദ്ധതി. ഇവിടെ ഞാനും നിങ്ങളും ഈ പദ്ധതിയിലേ ഇല്ല. നമുക്ക് ഇത് കഴിഞ്ഞാൽ ഉടനെ ഏതാനും വർഷങ്ങൾ ഇവിടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല, ഈ നിൽക്കുന്ന തലമുറ ഒഴിഞ്ഞു പോകത്തില്ല, അതിനു മുമ്പേ ഞാൻ മടങ്ങി വരും. ഓഫ് കോഴ്സ് അതായിരുന്നു പ്ലാൻ. ഉലകം മുഴുവനും പോയി സകല ജാതികളോടും ഈ സുവിശേഷം അറിയിക്കണം. അവരോട് ഭയങ്കര ഒരു ഷോർട്ട് പീരീഡിൽ ഉലകം മുഴുവനും പോയിട്ട് ഈ സുവിശേഷം അറിയിക്കാൻ പറയുക. അതിന് അമാനുഷികമായ ശക്തി അവരുടെ മേൽ പകരുക. അതിനാ പറയുന്നത്, മരിച്ചവർ എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ ഈ മലയോട് ഇവിടുന്ന് ചാടിപ്പോകാൻ പറഞ്ഞാൽ അത് ചാടിപ്പോകും. അത്ര അമാനുഷികമായ ശക്തി അവരുടെ മേൽ പകർന്നിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും, മനസ്സിലായോ, ഉലകത്തിന്റെ അറ്റത്തോളം, ഇതെല്ലാം അവരോട് പോയി പറയേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മളെ പോലുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആപ്ലിക്കബിൾ ആകത്തില്ല. കാര്യം നമ്മൾ ഇതുമായിട്ട് കുലബന്ധം പോലുമില്ല. ഇതൊന്നും ജാതികളായ നമ്മളെ രക്ഷിക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല, ഇത് യഹൂദനോട് പറഞ്ഞിരുന്ന വിഷയങ്ങളാണെന്ന് അരിയാഹാരം കഴിക്കുകയും ആത്മാർത്ഥമായിട്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാകുന്ന സംഗതിയാണ്. പക്ഷെ നമ്മുടെ തലയില് സാധാരണ നമ്മളെ ഈ ഇങ്ങനെ പഠിപ്പിച്ച പാരമ്പര്യവും ഇതുപോലുള്ള ഓരോ സംഗതികൾ കൊണ്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ആ ഒരു ചുമട് വെച്ച് കെട്ടിയിരിക്കുന്ന കാരണം അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ ഇതിന്റെ ഭാഗമായി, ഇത് നമ്മളോട് പറഞ്ഞു എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ നടക്കുക. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു കൃപായുഗം എന്ന് പറഞ്ഞൊരു കാലഘട്ടം പിറക്കുകയുണ്ടായി. ഇതാണ് കൃപാ കാലഘട്ടം. ഇവിടെ ആ പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് സ്തെഫാനോസിനെ എറിഞ്ഞു കൊന്ന് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ കൈവിട്ടു. ദിസ് ഈസ് ഫോൾ ഓഫ് ഇസ്രായേൽ. യഹൂദൻ വീണുപോയി. അവരോടുള്ള ഒരു പദ്ധതിയും നടന്നില്ല. അവരുടെ കാലഘട്ടത്തിൽ കർത്താവ് വരുമെന്ന് പറഞ്ഞൊരു വർഷം 2000 കഴിഞ്ഞിന്ന് വന്നിട്ടില്ല. കാര്യം അവരുടെ പദ്ധതി വീണുപോയി. ആ വീണുപോയെടുത്ത് ദൈവം അങ്ങ് വിട്ടേക്കത്തില്ല. ദൈവം അവരുടെ പിതാക്കന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തമാണ്. ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും, അവരെ യഥാസ്ഥാനപ്പെടുത്തും. അതിന് യഥാസ്ഥാനപ്പെടുത്തുന്നതിന് മുൻപായിട്ട് ദൈവം ഈ ഒരു കാലഘട്ടം നമുക്കായി തുറക്കുക. ഇതിനെയാണ് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം. ഇത് ഞാനിവിടെ അധികം നേരം നിൽക്കുന്നില്ല. ഇവിടെ രക്ഷിക്കപ്പെടുന്ന രക്ഷിത ഗണത്തിനെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ദൈവം, ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. ഇതൊരു ദൈവിക പദ്ധതിയും ഇത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പ്ലാനുമാണ്. ഇത് വെളിപ്പെടുത്താൻ വേണ്ടി ഉലകത്തിലെ നമ്പർ 1 പാപിയെ വിളിച്ചിട്ട് ആ പാപിയിൽ കൂടി ദൈവം സ്വർഗീയ പദ്ധതികൾ വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് അപ്പോസ്തലനായ പൗലോസ്. ഇവിടൊക്കെ തെറ്റിദ്ധാരണകളുടെ കൂനയിലാണ് ക്രിസ്ത്യാനി ജീവിക്കുന്നത്. ഇവിടെ മത്തിയാസിനെ 12-ാമനായിട്ട് വിളിച്ചു. മത്തിയാസ് അങ്ങോട്ട് ശരിയായില്ല. അത് കാരണം പിന്നെ വേറൊരാളെ കൂടെ എടുക്കേണ്ടതായിട്ട് വന്നു.
പിന്നെ അങ്ങനെ മത്യാസിന് പകരമായിട്ട് എടുത്തു. ഇതെല്ലാം ഭൂലോക അസംബന്ധം എന്ന് മാത്രം പറഞ്ഞ പോരാ, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ബ്ലാസ്ഫമിയാണ് ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ. പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത ഒരാളാണ് മത്യാസ് എന്ന് പറയുന്നത്. യൂദാസ് വിട്ടിട്ട് പോയ സ്ഥലത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ നാൾ മുതൽ സ്വർഗാരോഹണം ചെയ്യുന്ന നാൾ വരെ അവരോട് കൂടെ നടന്ന ഒരാളെ വിളിച്ചിട്ട് അവരുടെ പേരിൽ ചീട്ടിടാൻ പറഞ്ഞ ആ ചീട്ട് മത്യാസിന് വീണ മത്യാസിനെ 12 പേരിൽ ഒരാളായിട്ട് പരിശുദ്ധാത്മാവ് അപ്പോയിന്റ് ചെയ്യുക. പരിശുദ്ധാത്മാവിന് അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ചെയ്തത് ശരിയായില്ല, അത് പുള്ളി അങ്ങോട്ട് ശരിയായില്ല. അപ്പൊ അത് കാരണം പിന്നെ പൗലോസിനെ എടുക്കേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിനെതിരായിട്ടാണ് ആ ദൂഷണം എന്ന് ഓർക്കണം. നിങ്ങളുടെ ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പറയും. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയും പറയും. ഭയങ്കര നേതാക്കന്മാരാണ് ഇത് പറയുന്നത്. നേതാക്കന്മാരുടെ പ്രസംഗത്തിൽ നിന്ന് പ്രസംഗിക്കുക. മോശയെ 40 വർഷം പുള്ളി നല്ല ആരോഗ്യവാനായിട്ടും കൊട്ടാരത്തിലെ നല്ല എല്ലാ വിദ്യകളിലും സൽഗുണപൂർണനായിട്ട് നിന്നിരുന്നൊരു സമയമുണ്ട്. അന്ന് ദൈവത്തിന് വേണം ഉപയോഗിക്കാമായിരുന്നു, ദൈവം ഉപയോഗിച്ചില്ല. അടുത്തൊരു 40 വർഷം കൂടെ മിദ്യാനിൽ ആടിനെ തീറ്റി നടന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞൊരു പന്ന വടിയും കൈ പിടിച്ച ആടിനെ തീറ്റി നടന്ന സമയത്ത് 80-ാമത്തെ വയസ്സിലാണ് ദൈവം വിളിക്കുന്നത്. മോശയുടെ കഴിവൊന്നും നോക്കിയിട്ടല്ല ദൈവം മോശയെ വിളിക്കുന്നത്. അഹരോനെ ഒന്നും തീർത്ത് വിളിക്കാൻ പറ്റത്തില്ല, അതുപോലെ നാവേൽ. അങ്ങനെ ഒരു മനുഷ്യനെയും കൊണ്ട് ഒരു ജനതയെ വിടുവിക്കുന്ന വിമോചകനായിട്ട് ദൈവം വിളിച്ച് ഏൽപ്പിക്കുക. ഫറവോന്റെ ദേശത്ത് നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചുകൊണ്ട് കനാൻ ദേശത്തേക്ക് കൊണ്ടുവരാൻ. ഇവിടെ മോശയുടെ കഴിവോ മോശയുടെ കഴിവുകേടോ ഒന്നുമല്ല വിഷയം. മത്യാസിന് എന്തെങ്കിലും കഴിവുണ്ടോ ഇല്ലയോ എന്നൊന്നും ഉള്ളതല്ല വിഷയം. ദൈവമാ ഉപയോഗിക്കാൻ പോന്നേ. യെശയ്യാ പ്രവാചകന്റെ നാവിൽ ഒരു കൊടിലെടുത്ത് ഒരു തീക്കനൽ തൊട്ടതുപോലെ മോശയുടെ നാവിൽ തൊട്ട് കഴിഞ്ഞാൽ മോശ സൂപ്പറായിട്ട് സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ ദൈവം അത് അനുവദിച്ചില്ല. അഹരോനെ കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞു. നിനക്ക് വിശ്വാസം പോരാ എന്നുണ്ടെങ്കിൽ ദൈവം അപ്പോയിന്റ് ചെയ്തേക്കുക 12-ാമത് ഒരാളെ. അത് ഒരുത്തരുടെയും കഴിവോ ഒരുത്തരുടെയും സാമർഥ്യമോ നോക്കിയിട്ടൊന്നുമല്ല. പലരും പറയാറുണ്ട് പോളിന്റെ സാമർഥ്യം കാരണം പോളിനെ ദൈവം ഉപയോഗിച്ചു എന്ന്. പോളിന്റെ ഒരു സാമർഥ്യം അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ കാണിക്കാം. ദൈവം കൊടുത്തിട്ടുള്ളതല്ലാതെ പോളിന്റെ കയ്യിൽ നിന്നിട്ടതോ സാമർഥ്യപ്രകാരം പഠിപ്പിച്ച ഒരു സംഗതിയും ഇല്ല. ദൈവം കൊടുത്ത വെളിപ്പാടല്ലാതെ വേറൊന്നും സംസാരിച്ചിട്ടില്ല. ഇവിടെ മത്യാസിനെ ശരിയായില്ല, അതിന് പകരമാണ് പോളിനെ എടുത്തെന്നൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്ധകാരത്തിന്റെ അടിത്തട്ടിലാണ്. സത്യം മനസ്സിലാക്കാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ അന്ത്യകാലം എന്ന് പറഞ്ഞ വിഷയം പറയുന്നത് പോലെ തന്നെയാണ് ഈ 12-ാമത്തെ അപ്പോസ്തലന് പകരം പൗലോസിനെ എടുത്തു എന്ന് പറയുന്നത്. പൗലിനെ എടുത്തു എന്നുള്ളത് ശരിയാണ്, ആ എടുത്ത പർപ്പസ് വേറെയാണ്. ഇവിടെ കൃപായുഗം എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ആരംഭിക്കുകയും ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സ്വർഗത്തിൽ മറിഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മം ലോകത്തിന് വെളിപ്പെടുകയും ചെയ്യുക. അതിന്റെ അപ്പോസ്തലനായിട്ട് ദൈവം ഒരാളെ അപ്പോയിന്റ് ചെയ്യുക. ആ അപ്പോയിന്റ്മെന്റ് ആണ് അപ്പോസ്തലനായ പൗലോസ്, അല്ലാതെ 12 പേരിൽ ഒരാളല്ല. 12 പേരിൽ 12 പേരെ വേണം. കർത്താവ് രാജാതിരാജാവായിട്ട് വരും. 12 ഗോത്രത്തിനും സിംഹാസനത്തിലിരുന്ന് 12 പേര് അവര് 12 ഗോത്രത്തിനും ന്യായം വിധിക്കും. ആ 12 ദേശത്തിലും അവർ അധികാരികളായിട്ടിരിക്കും. ആ പദ്ധതി വേറെയാണ്. ഇവിടെ അന്ത്യകാലം എന്ന് പറയുന്നത് ഞാൻ അന്ത്യകാലമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനിടയിൽ ആ വിഷയം കയറി വന്നതാണ്. ഇതാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. ഇത് ഗ്രേസ് പീരീഡാണ്. ഈ ഗ്രേസ് പീരീഡിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് കൃപായുഗമാണ്. ഇവിടെ ഒരു അന്ത്യകാലവും ആരംഭിച്ചിട്ടില്ല. അന്ത്യകാലം ആരംഭിക്കും എന്ന് നമ്മൾ ഇവിടുന്ന് പോയതിനു ശേഷം സഭ ഇവിടുന്ന് ചേർക്കപ്പെടും. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത്. നമ്മുടെ പ്രത്യാശ മുഴുവൻ അന്തിക്രിസ്തു വരുന്നതല്ല, സഭ ഇവിടുന്ന് പോകുന്നതും നമ്മുടെ കർത്താവിനെ നമ്മൾ സ്വർഗത്തിൽ വാനമേഘങ്ങളിൽ എതിരേൽക്കുകയും അവിടെ സംഗമിക്കുകയും ചെയ്യുന്നതാണ്. കർത്താവിനോടൊപ്പം നമ്മൾ സ്വർഗത്തിൽ ചേർക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെ നിത്യം നാം സ്വർഗത്തിലായിരിക്കാൻ പോവുക. അവിടെ പോയി യൂട്ടേൺ എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് വരിക അല്ല, നിത്യം സ്വർഗത്തിലായിരിക്കാൻ പോവുക. എറ്റേണൽ ഹെവൻലീസ്. നമ്മുടെ സ്വർഗീയ വാഴ്ചയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ സമയത്ത് ഇവിടെ ഭൂമിയിൽ ഈ നിർത്തിവെച്ച അന്ന് നടക്കാതെ പോയ ഈ റാത്ത് ഓഫ് എന്താ പറയുന്നത് ആ ഒരു കാലഘട്ടം, ദൈവത്തിന്റെ ആ ഒരു കഷ്ടം കാലം എന്ന് പറയുന്നത്, ആ കാലം ആരംഭിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. അതൊന്നും സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതിന്റെ അവസാനത്തിൽ കർത്താവ് രാജാവായിട്ട് അവരുടെ ഇടയിൽ വരും. 1000 ആണ്ട് അവരോടൊപ്പം വാഴും. അന്ന് നാം സ്വർഗത്തിലായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് അന്ത്യകാലമാണെന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയുന്നവരെ ദൈവവചനം എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. ഇത് അന്ത്യകാലമല്ല, ഇത് ഗ്രേസ് പീരീഡാണ്. ഇത് അതിമനോഹരമായ പീരീഡാണ്.
പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ സംഭവം നടക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇവിടെ ഭൂമിയിൽ സ്റ്റേജ് സെറ്റാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്ന കാരണം അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അത് ശരിയാ. പക്ഷേ ഇത് അന്ത്യകാലമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വലിയ ശിക്ഷാവിധി അയക്കുന്ന സമയമൊന്നും അല്ല. ഇവിടെ പലതും നടക്കും. ആ സമയത്ത് നമുക്കിതൊക്കെ കാണാൻ ഉള്ള സാവകാശം കിട്ടുന്നുണ്ട്. എന്നാൽ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും, കാഹളം ധ്വനിക്കും, സഭ ഇവിടുന്ന് ചേർക്കപ്പെടും. നമ്മൾ ഇവിടുന്ന് പോയതിന് ശേഷം ഈ ടൈം പീരീഡ് വീണ്ടും ആരംഭിക്കും. ഇത് ആരംഭിക്കും. ഹല്ലേലൂയ. അതിനെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. ഈ ഒത്തിരി പേര് പല അഭിപ്രായങ്ങളും പറഞ്ഞ് ഇതിനെക്കുറിച്ച് ABCD അറിയാത്ത ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഉള്ള അറിവില്ലാത്തവരാണ് ഈ കാര്യങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കാരണം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് ഇതേ സെയിം സംഭവം തെസ്സലോനിക്കയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പോൾ അവരോട് പറഞ്ഞൊരു ഭാഗമായത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്തിലാലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും വരുത്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സുബോധം വിട്ട് വേഗത്തിൽ ഞെട്ടി ഇളകി പോകരുത് എന്ന് പറയുക. അടുത്ത വാക്യം, ആരും ഏതു വിധേനെ നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇതൊക്കെ വരാനിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടേ കർത്താവിന്റെ രാജാതിരാജാവായിട്ടുള്ള പ്രത്യക്ഷത ഉണ്ടാകത്തുള്ളൂ. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അതൊക്കെ സംഭവിക്കും. യെരുശലേം ദേവാലയത്തിൽ അവൻ ദൈവമായിട്ടിരുന്ന ആരാധന സ്വീകരിക്കുന്ന ഒരു കാലമൊക്കെ വരും. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? ഈ കാലമൊക്കെ കാണുമ്പോഴത്തേന് നിങ്ങൾ അന്ത്യകാലമാണ്, കർത്താവ് വന്നു, അല്ലെന്നുണ്ടെങ്കിൽ അന്ത്യകാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ബേജാറാകുന്നതിനിടയാകല്ല. അതുകൊണ്ടാണ് അന്ത്യകാലം എന്താണ് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അത് ഹോൾ എന്താ പറയുക, ആ ഒരു ടൈം പീരീഡ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ കാലത്തിലാണ് കള്ളക്രിസ്തുക്കൾ വരും. എന്തുകൊണ്ടാണ് കള്ളക്രിസ്തുക്കൾ വരുന്നത്? കാര്യം ക്രിസ്തു വരുമെന്നാണ് അവർ നോക്കിയിരിക്കുന്നത്. അത് ഇന്നും ഇന്നലെ ഇരിക്കാൻ തുടങ്ങിയതല്ല, ആയിരക്കണക്കിന് സഹസ്രാബ്ദങ്ങളായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവാണ് വന്നിരിക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി പലരും ക്രിസ്തുവായിട്ട് വരും. ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്, ഇപ്പോഴും പലരും അവിടെ ഉണ്ട് ക്രിസ്തുവാണെന്ന് പറഞ്ഞിരിക്കുന്നവര്. ഇനിയും പലരും വരും, കള്ളക്രിസ്തുക്കൾ പലരും വരും. അത് അവരുടെ ഇടയിൽ വരുന്നത് അവർ ആ ക്രിസ്തുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നതുകൊണ്ട്. വന്നതും ഇവിടെ കർത്താവ് എന്തിനു വേണ്ടി വന്നു എന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. യെശയ്യാ പ്രവാചകന്റെ ആ പുസ്തകം 53-ാമത്തെ അധ്യായം ഞാനൊന്ന് തുടങ്ങി വെച്ചു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് വരുമെന്നുള്ളതും മശിഹാ വന്ന് അവരെ വിടുവിക്കും എന്നുള്ളതും എല്ലാം അവരുടെ ആഗ്രഹവും അവരുടെ കാത്തിരിപ്പുമാണ്. പക്ഷെ അവർ വിചാരിക്കുന്നത് ദൈവം രാജാവായിട്ട് വരും, ഇസ്രായേൽ ഗോത്രത്തിന്റെ സിംഹമായവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നരുളുന്നവനായിട്ട് വരും. അതാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വരവോ, കർത്താവ് ഇവിടെ വന്ന് കോമളത്വമില്ല, കണ്ടാൽ അറിയാത്ത പോലെ വിരൂപനായി കഷ്ടമനുഭവിച്ച് നഗ്നനായി കാൽവറി ക്രൂശിൽ മരിക്കുന്ന ഒരു കർത്താവിനെ അല്ല അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നും മനസ്സിലായിട്ടില്ല മശിഹ വന്നുവെന്നും വന്നതിന്റെ പർപ്പസ് അവർക്ക് മനസ്സിലാകാതെ പോയി. അതുകൊണ്ട് അവരിന്നും കർത്താവിനെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവിടെ ആ ഒരു സാഹചര്യം മുതലെടുത്ത് ഒത്തിരി കള്ളക്രിസ്തുക്കൾ വരും. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ സുവിശേഷം പറയുമ്പോഴത്തേന് കള്ളക്രിസ്തുക്കൾ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലെ ഒരാളായിരിക്കും ഈ വന്നേക്കുന്നതും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ദൈവ ദൂഷണമാണ് നിങ്ങൾ ആ പറയുന്നത്. നിങ്ങളെ ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ മുന്നിലിരിക്കുന്നവരല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന വേറെ പലരുമുണ്ട് ഈ തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വിഷയം ഒന്ന് തൊട്ടുവിട്ടത്. അത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ത്യകാലം എന്ന വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിനെ വീണ്ടും ക്ലാരിഫൈ ചെയ്ത് തരാം, ക്ലിയർ ആക്കി തരാം. ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ്. റോമാലേഖനത്തിലേക്ക് മടങ്ങി വരിക. 15-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം വരെ കൃപയാൽ തീർക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ചേർന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ 15-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇത് വായിച്ചപ്പോഴാണ് ഞാൻ ഇവിടെ നിർത്തുന്നു. അല്പം കൂടി ഇതിന് എക്സ്പ്ലനേഷൻ വേണം എന്ന് പറയുന്നത്. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധ ആത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഡിസ്പ്ലേ ഒരല്പം എന്തോ
പ്രോബ്ലം എന്നപോലെ തോന്നുന്നുണ്ട്. പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിനെ കാണുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യാം. ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗം, ഈ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മിനിറ്റ്, എന്തൊക്കെയോ ഡിസ്പ്ലേ പ്രോബ്ലംസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. റോമാലേഖനം 15-ാമത്തെ വാക്യത്തിൽ നമ്മളിവിടെ വായിച്ചതെങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധ ആത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ഇവിടെ ഒരു ചെറിയ കൃത്രിമം നടത്തിയിട്ടുണ്ട്. ഇവിടെ പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് എന്നുള്ളതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പുരോഹിതനോ ഒരു പ്രീസ്റ്റോ ഒന്നും അല്ല അവിടെ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ കൃത്രിമങ്ങളാണ്. ആ 15-ാമത്തെ വാക്യം മുഴുവനും ശരിക്കും വായിച്ചാൽ ശരിക്കും മനസ്സിലാകാത്ത രീതിയിൽ അതിനെ ആക്കി തീർത്തിരിക്കുക. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു മിസ്റ്ററി ഗോസ്പൽ ഉണ്ട്, മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മമുണ്ട്. ആ റിവീലായി കിട്ടിയിരിക്കുന്ന സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മം റിവീൽഡ് ആയത്, അത് ജാതികളുടെ അപ്പോസ്തലനായിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്ത് തന്നിലൂടെ ആ ദൈവത്തിന്റെ ആ കൃപയുടെ മഹിമാധനം, അൺസേർച്ചബിൾ റിച്ചസ് ഓഫ് ഗ്രേസ്, ആ കൃപയുടെ ആ മഹിമാധനം ഇന്നതെന്ന് ജാതികൾക്ക് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നാണ് ആ പറയുന്നത്. പൗലോസ് അപ്പോസ്തലനിലൂടെ മറഞ്ഞിരുന്ന ആ മർമ്മം കർത്താവിന്റെ ശുശ്രൂഷകനായിട്ട് അത് ലോകത്തെ അറിയിക്കുവാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് പ്രസാദം തോന്നി എന്ന് പറയാം. ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായി തന്നിൽ കൂടി അത് അറിയിക്കുവാൻ ദൈവത്തിന് അത് പ്രസാദമായി എന്ന് പറയുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് 12 അപ്പോസ്തലന്മാർക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള വിഷയമാണ്. അവരുടെ ജെറുസലേം കൗൺസിൽ ചേരുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 15-ാം അധ്യായത്തിലെ ജെറുസലേം കൗൺസിൽ കൂടുമ്പോൾ പത്രോസും ഈ യാക്കോബും ഈ യോഹന്നാനും അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും അവർ പൗലോസ് അപ്പോസ്തലനെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് അംഗീകരിക്കുകയും കൂട്ടായ്മയുടെ വലങ്കൈ തനിക്ക് കൊടുക്കുകയും ചെയ്തു. കാര്യം തന്നിൽ പകരുന്ന ഒരു പ്രത്യേക കൃപയും ദൈവം വിളിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വിളിയുമാണ് എന്ന് തന്നിൽ പകരുന്ന ആ കൃപ ജാതികൾക്ക് വേണ്ടി, പരിച്ഛേദനക്കാർക്ക് വേണ്ടിയുള്ള ആ ഒരു ആത്മീക കൃപ പന്തിരുവരുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത് പോലെ അഗ്രചർമ്മികളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനായിട്ട്, അതായത് ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം പൗലോസ് അപ്പോസ്തലനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തൻ്റെ മേൽ ആ ദൈവിക കൃപ വ്യാപരിക്കുന്നു എന്ന് മനസ്സിലാക്കി പത്രോസും യാക്കോബും യോഹന്നാനും ചേർന്ന് തനിക്ക് കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുന്നതായിട്ട് നമുക്ക് ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7, 8, 9. ഫോർ യുവർ ഇൻഫർമേഷൻ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഈ 15-ാം അധ്യായത്തിൽ നടന്ന ഗ്രേറ്റ് കമ്മീഷൻ എന്തവിടെ സംസാരിച്ചോ, എന്തവിടെ നടന്നോ, അതാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ആ 15-ാം അധ്യായം 2-ാം അധ്യായം ഒരേ കാര്യമാണ് പറയുന്നത്. ഇവിടെ പറയുകയാണ്, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായിട്ട് പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായിട്ട്, ഇവിടെ യഹൂദന്മാർക്ക് പരിച്ഛേദനക്കാർക്കായിട്ട് പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട്, ജാതികളുടെ രക്ഷയ്ക്കായിട്ട് എന്നോടുകൂടെ വ്യാപരിച്ചതുകൊണ്ട് പത്രോസിനും പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷം, ആക്ച്വലി സുവിശേഷമാണ്, സുവിശേഷ ഘോഷണമല്ല, പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ആ ഘോഷണമൊക്കെ നമ്മൾ അഡീഷണൽ ചേർത്തേക്കുന്നത്. മലയാളത്തിൽ ഇങ്ങനെ ഒത്തിരി കൃത്രിമങ്ങൾ വരുത്തി ഈ വിഷയങ്ങളെ ആഹപ്പാടെ മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അഡീഷനാണ് ആ ഘോഷണം. അത് ബൈബിളിൽ ഉള്ളതല്ല. അത് കാരണം എന്താണോ, യഹൂദന്മാരുടെ ഇടയിൽ ഒരു കൂട്ടർ ഘോഷിച്ചു, പൗലോസ് വേറൊരു സ്ഥലത്ത് ഘോഷിച്ചു എന്ന് വരുത്തി തീർത്തു. സുവിശേഷം ഒന്ന് തന്നെയാണെന്നുള്ളത് അങ്ങനല്ല. അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലീഷിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ, ബട്ട് കോൺട്രാറി വൈസ്, നേരെ മറിച്ച്. എങ്ങനെ നടക്കണമായിരുന്നു, അവരെന്നെ പഠിപ്പിക്കണമായിരുന്നു, അതിന് ഒന്നും പഠിപ്പിച്ചില്ല എന്നുള്ളത് ഒരു സത്യമായിരിക്കുമ്പോൾ തന്നെ കോൺട്രാറി വൈസ്, നേരെ മറിച്ച്. When they saw that the gospel of the uncircumcision was committed unto me, as the gospel of the circumcision was unto Peter. പരിച്ഛേദനക്കാരുടെ അപ്പോസ്തലത്തിനായിട്ട് പത്രോസിനെ വിളിച്ചതുപോലെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് ആ ദൈവിക ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നത് കണ്ടതുകൊണ്ട്
കണ്ടതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ സുവിശേഷ ഘോഷണം പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം. ഇത് രണ്ട് കാര്യങ്ങളാണ്. For he that wrote effectually in Peter to the apostleship of the circumcision, the same was mighty in me toward the Gentiles. ഇത് രണ്ടു പേരും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. And when James and Cephas and John, who seemed to be pillars, perceived the grace that was given unto me, എൻ്റെ മേലെ വ്യാപരിക്കുന്ന ആ ദൈവകൃപ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ, they gave to me and Barnabas the right hand of fellowship. എനിക്കും ബർന്നബാസിനും ശുശ്രൂഷയുടെ വലങ്കരം തന്നു. that we should go unto the heathen and they unto the circumcision. ഞങ്ങൾ ജാതികളുടെ ഇടയിലേക്കും അവർ യഹൂദന്മാരുടെ ഇടയിലേക്കും പോകുമെന്ന് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് അവിടെ സൈൻ ചെയ്യുക. അതാണ് പിന്നീട് പൗലോസ് അപ്പോസ്തലൻ കൂടുതലും ജാതീയ ദേശത്തേക്ക് പോവുകയും അവര് യഹൂദന്മാരുടെ ഇടയിൽ തന്നെ നിൽക്കുകയും ചെയ്യുക. ഈ കൂട്ടായ്മ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഇവിടെ പോളിന് 12 പേർക്ക് ലഭിച്ച ആ ഗ്രേറ്റ് കമ്മീഷനേക്കാൾ അതിന്റെ മേലെ ഒരു ഗ്രേറ്റർ കമ്മീഷൻ ദൈവം പോളിന് കൊടുക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൂടെ അങ്ങനെ ഒരു വലിയ ദൈവിക പദ്ധതി നിറവേറാൻ പോവുകയാണ്. കാര്യം ജാതികളുടെ അപ്പോസ്തലനായിട്ടും ഈ ജാതികളെ രക്ഷിക്കുന്ന ഒരു ദൈവിക പദ്ധതി ഇവിടെ ആരംഭിക്കുക. അത് മനസ്സിലാക്കി പത്രോസും യാക്കോബും യോഹന്നാനും അതിന് കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുകയും പൗലോസ് അപ്പോസ്തലൻ ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുകയും. അപ്പൊ ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു പുതിയ കാലഘട്ടം, ഒരു പുതിയ ടൈം പീരീഡ് അവിടെ ആരംഭിക്കുക. ഈ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ ഒരു ഗ്രേറ്റർ കമ്മീഷൻ കൊടുക്കുക. പോളിനും പത്രോസിനും യാക്കോബിനും 12 പേർക്കും ഒക്കെ കൊടുത്തിരുന്ന ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിപ്പാൻ തക്കവണ്ണം ശുശ്രൂഷിച്ചും കൊണ്ട് സകലരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഉണ്ട്. ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ അവർക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ മേലെ അടുത്ത ഒരു തലം ദൈവം പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുക. അതിനെയാണ് നമ്മൾ ഗ്രേസ് കമ്മീഷൻ എന്നും ഗ്രേറ്റർ കമ്മീഷൻ എന്നും ഒക്കെ പറയുന്നത്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ ഞാനത് കാണിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ, അതായത് ലോകം മുഴുവൻ ലംഘനത്തിൽ അകപ്പെട്ടു പോയിരിക്കുക, അവർക്ക് രക്ഷിക്കപ്പെടാൻ ഒരു ചാൻസ് ഇല്ല. ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. യേശു ക്രിസ്തുവിലൂടെ തന്നോട് നിരപ്പിക്കുക. ഇവിടെ കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായിരിക്കുക. ആ കർത്താവിലെ വിശ്വാസത്താൽ ഈ നിരപ്പ് നമുക്ക് ആപ്ലിക്കബിൾ ആകുക. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ നിരപ്പ് ലോകത്തോട് അറിയിക്കുക എന്നൊരു ഗ്രേറ്റർ കമ്മീഷനാണ് പോളിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, അടുത്ത വാക്യം 20-ാമത്തെ വാക്യം, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായിട്ട്, അതായത് യേശു ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ് ആയിട്ട്, യേശു ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സായി, സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ഇതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ, അല്ലെ പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രേറ്റർ കമ്മീഷൻ അല്ലെങ്കിൽ ഗ്രേസ് കമ്മീഷൻ എന്ന് നമുക്ക് പറയാം. ഇത് ഉലകത്തെ മുഴുവൻ രക്ഷിക്കുന്ന കമ്മീഷനാണ്. നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറയുന്ന യഹൂദനെ രക്ഷിക്കുന്ന പദ്ധതിയാണ്. ഒരു ഡിബേറ്റബിൾ വിഷയമാണെങ്കിലും ശാന്തമായിട്ട് ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദൈവവചനം മനസ്സിലാക്കണമെന്നും സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി അല്ല, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ കൈമാറിയ ട്രഡീഷനാണ് വലുതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ വെരി വെൽ ബി വിത്ത് ദാറ്റ്. കർത്താവിന്റെ കാഹളം തുനിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്ലഡ് കൊണ്ട് എഴുതി തരാം, സംശയമുണ്ടെന്നുണ്ടെങ്കിൽ. ഇതല്ല ഇന്നത്തെ നമ്മുടെ കമ്മീഷൻ. ഇന്നത്തെ നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്നത് കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി. ആ കാൽവറി യാഗത്തിലെ പരിപൂർണമായ വിശ്വാസത്താൽ നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയും നാം ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുകയുമാണ്. നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുക. യു ആർ ബിക്കമിങ് എ ന്യൂ ക്രിയേച്ചർ. മനസ്സിലായോ? ഈ ഒരു ഗ്രേറ്റ് കമ്മീഷൻ അത് ലോകത്തോട് പോയി അറിയിക്കാൻ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം നമ്മളെ ഏൽപ്പിച്ച് അത് ലോകത്തെ അറിയിക്കാൻ പറഞ്ഞിരിക്കുക. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ ആകുന്നു. ദൈവത്തിന്റെ ഒരു എൻഡോഴ്സ്മെന്റ് അതിന്റെ മേലെ വെക്കുക. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യം കൊണ്ട് നോക്കി. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, അത് യേശു ക്രിസ്തുവിനെ
പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മുടെ പാപം കർത്താവിന്റെ മേൽ ചുമത്തി, പാപം അറിയാത്ത ആ കുഞ്ഞാടിനെ നമ്മുടെ പാപം മുഴുവൻ അവന്റെ മേൽ ചുമത്തി നമുക്ക് വേണ്ടി പാപമാക്കിയിരിക്കുക. എന്തിന്? നാം ദൈവത്തിന്റെ നീതി ആകേണ്ടതിന്. അങ്ങനെ സകല മാനവരാശിയെ വീണ്ടെടുക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി. ഇവിടെ കർത്താവ് ഉലകത്തിൽ വന്നപ്പോഴും പന്തിരുവരെ അയക്കുമ്പോഴൊന്നും ഈ പദ്ധതി ഓപ്പൺ അല്ല. ഒരു ജാതികൾക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഏതെങ്കിലും പെട്ടുപഴിച്ച 1000-ൽ ഒരാൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു മതത്തിൽ കൂടി ഇവരുടെ ഭാഗമായി തീരാൻ പറ്റും. അതിനെയാണ് ജൂവിഷ് പ്രോസലൈസേഷൻ എന്ന് പറയുന്ന റൂട്ട്. എന്നാൽ സകല മാനവരാശിക്കും കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതി അന്ന് ഓപ്പൺ അല്ല. ആ പദ്ധതിയാണ് പോളിനെ വിളിച്ച് ഓപ്പൺ ആക്കി ദൈവം ആ ഒരു ഗ്രേറ്റർ കമ്മീഷൻ കൊടുക്കുന്നത്. നമുക്കപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, യേശു ക്രിസ്തു ഇവിടെ ഒരു കമ്മീഷൻ തന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, സാക്ഷാൽ കർത്താവ് തന്നെയാണ്, ക്രിസ്തു തന്നെ 12 അപ്പോസ്തലന്മാരെ വിളിച്ചൊരു കമ്മീഷൻ കൊടുത്തിരിക്കുക. ആ കമ്മീഷനെക്കാട്ടിൽ വലിയൊരു കമ്മീഷൻ ഇവിടെ ഉണ്ടോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ചോദിക്കുന്നവരുണ്ട്. ഞാൻ അവരുടെ ആ ചോദ്യം അംഗീകരിക്കുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു ഒരു കമ്മീഷൻ അവരെ കൊടുത്തു എന്നുള്ളത് ശരിയാ, അത് ശരിയാ. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതിനു മുമ്പ് പിതാവായ ദൈവം അവരോട് സംസാരിച്ചിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർക്ക് പരിച്ഛേദനയും പൗരോഹിത്യവും അതുപോലെ തന്നെ 10 കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങളും തിരുനാളും പെരുന്നാളും ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ പരിച്ഛേദനയോ ഈ പറയുന്ന മാതിരിയുള്ള പരിച്ഛേദനയോ 10 കൽപ്പനയോ പ്രമാണങ്ങളോ യാഗങ്ങളോ ഒന്നും ഇന്ന് ചെയ്യേണ്ടത് വന്നേക്കുന്നേ? അത് പിതാവായ ദൈവം പറഞ്ഞതിന് എന്തെങ്കിലും ഡിഗ്രി കുറഞ്ഞു പോയതുകൊണ്ടാണോ? അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു അവർക്കൊരു കമ്മീഷൻ കൊടുക്കുക. അവിടെ യാഗത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യാഗം കഴിക്കാനല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. ആ കമ്മീഷനിൽ നമ്മുടെ പാപം മോചിക്കുന്ന സ്നാനത്തിലായിരുന്നു. ആടുകളെയും കാളകളെയും ഒക്കെ യാഗം കഴിപ്പിക്കാൻ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. അത് പിതാവായ ദൈവം പറഞ്ഞിരുന്ന ഒരു കാലമാണ്. അതിനുശേഷം കർത്താവ് പറയാണ്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അതിനുശേഷം ലോകത്തോട് ഇടപെടുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. പരിശുദ്ധാത്മാവൻ ദൈവം അതിനുശേഷം പറയുകയാണ്, പൗലോസിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കാൻ പറഞ്ഞ് പരിശുദ്ധാത്മാവാൻ ദൈവം കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ പോളിന് ഒരു പുതിയ കമ്മീഷൻ പോളിന്റെ മുന്നിൽ തുറക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്, പെന്തക്കോസ്റ്റ് പീരീഡ്. അതായിരുന്നു നിറവേറേണ്ട. ഏകദേശം 1 വർഷത്തോളം അത് തന്നെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അവർ സ്തേഫാനോസിനെ കൂടെ എറിഞ്ഞു കൊന്ന് പരിശുദ്ധാത്മാവിനെതിരെ ബ്ലാസ്ഫമി പറയുകയും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം യഹൂദനെ കൈവിടുകയാണ്. ദൈവം യഹൂദന്റെ ആ പദ്ധതി അങ്ങനെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി, കാര്യങ്ങളെ എൻഡ് ടു എൻഡ് അറിയാവുന്ന ദൈവം, ആ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ആ സ്വർഗീയ പദ്ധതി, അതായത് ഉലകത്തിലുള്ള സകല ജാതികളെയും സകല വിജാതീയരെയും സകല മാനവരാശിയെയും ഒരുപോലെ രക്ഷിക്കുവാൻ പ്രാപ്തമായ ഒരു സ്വർഗീയ പദ്ധതിയുടെ കവാടം അവിടെ തുറക്കുക. അതിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ദൈവം ഉപയോഗിച്ച അപ്പോസ്തലനായ പൗലോസ്. അവിടുത്തെ സുവിശേഷം വേറെയാണ്, അവിടുത്തെ പദ്ധതി വേറെയാണ്, അവിടുത്തെ പ്രോമിസ് വേറെയാണ്. അതിനെയാണ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. നീ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു, പിതാവായ ദൈവം പറഞ്ഞു, പിന്നെ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞു, അതിനുശേഷം പരിശുദ്ധാത്മാവാൻ ദൈവം പറഞ്ഞു. ഇതിന് ഏതാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനമായിട്ട് നിങ്ങളോട് ആരാ പറഞ്ഞിരിക്കുന്നത്? ആരെയാ വിളിച്ചിരിക്കുന്നത്? പോളിനെയാണ് വിളിച്ചിരിക്കുന്നത്, അവസാനത്തെ അപ്പോസ്തലൻ. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല, യേശു ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യുന്നത്, നമ്മളെ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിനോട് ചേരുക, കർത്താവിന്റെ മരണത്തിൽ പങ്കാളികളാക്കി തീർക്കുക. ആ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ആത്മാവിലേക്ക് വരിക, വന്നിട്ട് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാക്കി തീർക്കുക. ഒന്ന് യേശു ക്രിസ്തുവിൽ നിന്ന് എടുത്തു മാറ്റുകയല്ല പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. കർത്താവിനോട് നമ്മളെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ആ ദൈവിക പദ്ധതിയോട്, ആ റാപ്ചറിനോട് നമ്മളെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നിത്യതയിലേക്ക് നമ്മളെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും അതിന് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യമല്ല പരിശുദ്ധാത്മാവ് ഇവിടെ ചെയ്യുന്നത്. അവസാനമായിട്ട് പൗലോസ് അപ്പോസ്തലനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. 13ാമതായിട്ട് ഒരാളെ അയച്ചിരിക്കുക. ഉലകത്തിലെ നമ്പർ 1 പാപിയെ വിളിച്ചിരിക്കുക. എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഹല്ലേലൂയ, ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു എന്ന് അപ്പോൾ പറയുക. 16ാമത്തെ വാക്യത്തിലേക്ക് 15ാമത്തെ വാക്യത്തിലേക്ക് വരാം.
റോമാലേഖനം 15-ാം അധ്യായത്തിന് 15-ാം വാക്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടെ ഒരു വലിയ കമ്മീഷൻ പോളിനെ ഏൽപ്പിച്ചു എന്ന് പോൾ പറയുകയാണ്. ഈ മലയാളത്തിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് അത്ര അതിന്റെ ആ ഒരു പവർ അങ്ങോട്ട് ശരിക്കും പിടികിട്ടത്തില്ല. ഇവിടെ സിമ്പിൾ കാര്യം ഇംഗ്ലീഷിൽ നോക്കിയേ, ഈ താഴത്തെ ലൈൻ നോക്കിയേ, ദ ഗ്രേസ് ദാറ്റ് ഈസ് ഗിവൺ ടു മീ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ലത്. നോക്കിയേ, ഇവിടെ ഈ വാക്യത്തിന്റെ താഴെ പറയുന്നുണ്ടോ, ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ദാറ്റ് ഈസ് ഗിവൺ ടു മീ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ കൃപ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആ കൃപ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ദ ഗ്രേസ് ദാറ്റ് ഈസ് ഗിവൺ ടു മീ ഓഫ് ഗോഡ്. അടുത്ത വാക്യം നോക്കി, അവിടെ പറയണം, ദാറ്റ് ഐ ഷുഡ് ബി ദ മിനിസ്റ്റർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദ ജെന്റൈൽസ്, മിനിസ്റ്ററിംഗ് ദ ഗോസ്പൽ ഓഫ് ഗോഡ്. വളരെ സിമ്പിൾ കാര്യമായി എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ഇതിനെ എഴുതി കംപ്ലീറ്റ് കുഴച്ചേക്ക്. ഈ പുരോഹിതനായിട്ട് തന്നെ ആ പോയിന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ ആ വിഷയത്തിൽ നിന്ന് മാറ്റിയിരിക്കുക. ദാറ്റ് ഐ ഷുഡ് ബി ദ മിനിസ്റ്റർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പുരോഹിതൻ എന്നല്ല. മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ സെർവൻ്റ് എന്നും സ്റ്റിവാർഡ് എന്നും ദൈവ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം ആക്കിയിരിക്കുക. അതിനെ മലയാളത്തിൽ തന്നെ പുരോഹിതനാക്കി എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക. ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കൃത്രിമങ്ങൾ ഇങ്ങനെ ഒത്തിരി നടത്തിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം മുഴുവൻ മാറ്റിക്കളഞ്ഞേക്കുക. Nevertheless, brethren, I have written the more boldly unto you in some sort, as putting you in mind, because of the grace that is given to me of God. അടുത്ത വാക്യം നോക്കി, that I should be the minister of Jesus Christ to the Gentiles, ministering the gospel of God, that the offering up of the Gentiles might be acceptable, being sanctified by the Holy Ghost. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. പിതാവായ ദൈവം കൊടുത്ത ഈ ഒരു ദൈവിക ദൗത്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവൻ ദൈവം പോളിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീനെന്ന് പറഞ്ഞ് പോളിലൂടെ വെളിപ്പെട്ട മറഞ്ഞിരുന്ന സ്വർഗീയ മർമ്മങ്ങൾ ഇവിടെ താൻ ശുശ്രൂഷിക്കുകയാണെന്ന് പറയുക. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യങ്ങളോട് പറയുന്നത്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നതുപോലെ പോളിനെ യേശു ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ശുശ്രൂഷക്കാരനായി തീർത്തു എന്നാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞു വരുന്നത്. 16 മുതൽ ഈ 16-ാമത്തെ വാക്യം നോക്കി. 16-ാമത്തെ വാക്യം നിങ്ങൾക്ക് എന്നെ ഒന്ന് കൈ കാണിക്കാമോ? ഇത് ക്ലിയർ ആണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ജോർജ് ഡി പാസ്റ്ററെ, ക്ലിയർ ആണോ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇത് തന്നെ നിർത്താം. ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ ചിലയിടത്ത് അതിധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. എന്തുവാ ധൈര്യം കാണിച്ച്? ഈ ബൈബിളിൽ ഞാൻ അതിധൈര്യമായിട്ട് എഴുതിയിരിക്കുക, മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോരുന്നു. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ പോൾ പറഞ്ഞിരിക്കുന്ന അതിധൈര്യത്തോടെ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളാ. ഒരുത്തരും പറഞ്ഞു കൊടുത്തതോ എന്തെങ്കിലും കേട്ടെഴുതിയതോ പ്രവാചകന്മാരുടെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുകയൊന്നും അല്ല. ഇതൊന്നും ഒരിടത്തും പ്രവചിച്ചിരുന്ന കാര്യങ്ങളല്ല. ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്ന സ്വർഗീയ മർമ്മങ്ങളുടെ കലവറ താൻ എഴുതിയിരിക്കുക. ഈ വാക്യങ്ങളൊക്കെ നോക്കിയാൽ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? 16 കണ്ടോ? 17-ാമത്തെ വാക്യം, ക്രിസ്തു യേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട്. ക്രിസ്തു ഞാൻ മുഖാന്തരം. ഇതൊന്നും പോളിന്റെ അറിവോ ഐഡിയയോ എഴുതിയിരിക്കുന്നതല്ല. പോൾ പറയാണ്, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് താൻ മുഖാന്തരം ജാതികളായ ഞാനും നിങ്ങളും അനുസരിക്കേണ്ടതിന് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. ഒരു കാര്യങ്ങളും അഡീഷണലായിട്ട് ഞാൻ അല്ലാതെ എൻ്റെ കഴിവോ അറിവോ ജ്ഞാനമോ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ദൈവം എന്നിൽ കൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് എൻ്റെ കൈയാൽ നിറവേറിയ കാര്യങ്ങളും അല്ലാതെ ഞാൻ വേറൊന്നും പറയുന്നില്ല, ഞാൻ ഒന്നും പറയാൻ തുനിയുന്നില്ല എന്ന് പറയുക. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. എന്നെ ദമസ്കോസിൽ വെച്ച് വിളിച്ച നാൾ മുതൽ ഇന്ന് ഇല്ലൂരിയ ദേശത്തിന്റെ അങ്ങേയറ്റം, അതായത് ഏകദേശം മക്കതോനിയയുടെ ആ പ്രദേശങ്ങളുടെ മുകളിലുള്ള ചില സ്ഥലത്തെയാണ് ഇല്ലൂരിയ എന്ന് പറയുന്ന
ഒരു പ്രദേശമെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ഏഷ്യ മുഴുവനും, അതുപോലെ തന്നെ മക്കതോനിയ, അഖായ, ആ ഒരു ദേശം മുഴുവനും ഞാൻ കവർ ചെയ്തതിന് ഒരിടത്ത് പോലും ഞാൻ സുവിശേഷം പറയാൻ ബാക്കിയില്ലാത്തവണ്ണം ഈ സുവിശേഷം ഞാൻ അറിയിച്ചിരിക്കുന്നു എന്ന് പറയുക. അതും ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന സിറ്റികളാതെല്ലാം, ആ പ്രധാന നഗരങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ച് സഭകൾ ആരംഭിച്ചിരിക്കുക. എഫെസോസ് എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിലെ ഈസ്റ്റേൺ റോമിന്റെ ക്യാപിറ്റൽ എന്ന് വേണേൽ പറയാവുന്ന സ്ഥലങ്ങളാണ്. തെസലോനിക്ക, ഫിലിപ്പിയ, ത്രോവാസ്, അന്ത്യോക്യ, ഈ സ്ഥലങ്ങളൊക്കെ, റോം, കോരിന്ത്, ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ സകല ദേശത്തും പോയി കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ പഴയ നിയമത്തിലോ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ആ ഒരു എക്സ്റ്റൻഷനായി ലഭിച്ച മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിലോ ഒന്നും പറഞ്ഞിട്ടുള്ള ഒരു ശുശ്രൂഷ അല്ല പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നിറവേറ്റുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അത് ഉറയ്ക്കണം. ഒരു വാക്യം കൊടുന്ന് വായിച്ചിട്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് മാറുക, ഈ ഒരു ഭാഗം തീരുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം പറയുക, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം, എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? ഇത് ഒരു മനുഷ്യനും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അടുത്ത വാക്യം വളരെ ഇമ്പോർട്ടൻ്റ്. അവരോട് ജാതികളുടെ ഇടയിൽ, ആരുടെ ഇടയില? ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ദൈവത്തിന് അങ്ങനെ പ്രസാദം തോന്നി. ആ പ്രസാദം തോന്നി ദൈവം വിളിച്ചു, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ആക്കിയിരിക്കുന്നു എന്ന് പറയുക. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ദൈവം, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവരോട്, ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഇത് മറിഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറിഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഈ സംഗതി അറിയിക്കാൻ ദൈവം എന്നെ ആക്കിയിരിക്കുന്നു എന്നാണ് ആ റോമാലേഖനം 15-ാം അധ്യായം 15-ാം വാക്യത്തിന്റെ അർത്ഥം. അതിന് താപ്പോട്ട് ഉള്ള വാക്യങ്ങൾ അതിനെ കൺഫേം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. 16-ാം വാക്യം, ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങളോട് എഴുതിയിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ എനിക്ക് ദൈവ സംബന്ധമായി പ്രശംസയുണ്ട്. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു, ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്ന പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു കോട്ടുണ്ട്, അങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ ഇത് റോമിലെ സഭയാ. റോമിലെ സഭ കണ്ടിട്ടില്ല, അവിടുത്തെ കാര്യങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. അവരോട് എഴുതുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ പലപ്പോഴും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകുകൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ ഈ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. പോള് ഇവിടുന്ന് സ്പെയിനിലേക്ക് പോകുന്ന കാര്യവും ആ പോകുമ്പോൾ റോം വഴി പോവുകയും നിങ്ങളെ കണ്ടുപോവുകയും ചെയ്യാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നൊരു ഭാഗം. 24-ാമത്തെ വാക്യം കൊണ്ട് ആ ഒരു ഇത് തീരുകയാണ്. ഇനി 25-ാമത്തെ വാക്യത്തിലേക്ക് കയറുക. 25-ാമത്തെ വാക്യം മുതൽ ആക്ച്വലി നമ്മൾ ചിന്തിക്കുന്നത് ദ പുവർ സെയിൻസ് ഇൻ ജെറുസലേം എന്നൊരു വിഷയമാണ്. അതുകൂടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ അധ്യായത്തിൽ ഒരു പക്ഷെ നമുക്ക് കയറാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. 15-ാമത്തെ അധ്യായം നമുക്ക് തീർക്കുവാൻ കഴിയുമെന്ന് ശ്രമിക്കാം. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരൂശലേമിലേക്ക് യാത്രയാകുന്നു. ഇവിടെ മുതൽ വിഷയം മാറുകയാണ്. യെരൂശലേമിലെ ദരിദ്രന്മാർക്ക് ധർമ്മോപകാരമായിട്ട് പോകുന്ന കാര്യം പറയുക. യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കതോനിയയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല, അത് അവർക്ക് കടവുമാകുന്നു. അവർ ലോൺ എടുത്ത പൈസ അവര് സ്വതന്ത്രാഴ്ച ഉള്ളതിൽ നിന്ന് ഇടുന്നതിനെക്കാട്ടിലും ലോൺ എടുത്ത കാശ് യെരൂശലേമിലെ സഭയെ സഹായിക്കാനായിട്ട് ഇട്ടതാണെന്ന് പറയുക.
ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നുവല്ലോ. ഞാനത് നിവർത്തിച്ച് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയയിലേക്ക് പോകും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹം പൂർത്തിയോട് വരും എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. 25-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇവിടെ കൊണ്ട് ഈ 15-ാമത്തെ അധ്യായം തീരും. 25-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 25-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കേട്ടത്. വാക്യത്തിൽ പറയുകയാണ്, ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കദോനിയയിലും അക്കായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അവരൊരു ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞാൻ അതുമായിട്ട് പോവുകയാണ്. അത് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. ഇവിടെ യെരുശലേമിലെ ദരിദ്രന്മാർക്ക് നോക്കിയേ, യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രന്മാർക്ക് ഏതാനും ധർമ്മോപകാരം. ശരിക്കും വളരെ സ്ട്രെയിഞ്ച് ആണ് ഈ കാര്യം. യെരുശലേമിലെ ദരിദ്രന്മാർ, യെരുശലേമിലാണ് സഭ ആരംഭിക്കുന്നത്. അവിടെ കർത്താവ് എൻ്റെ കൂടെ നടന്ന ആൾക്കാരാണ്. അവരൊന്നും മരിച്ചു പോയിട്ടില്ല. അവരുടെ ആ തലമുറയാണ്. അവിടെ അവരെല്ലാം ദരിദ്രന്മാരായി പോയി. ഇപ്പം ഫാർ അവേ ജെന്റൈൽസ് എവിടൊക്കെയോ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജാതികളുടെ ഇടയിൽ നിന്ന് പണപ്പിരിവ് നടത്തിക്കൊണ്ട് ഇവർക്ക് കൊടുക്കാനായിട്ട് പോവുക. എങ്ങനെ യെരുശലേമിൽ ഇവര് ദരിദ്രന്മാരായി പോയേ? നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും അതിശയം തോന്നുന്നുണ്ടോ ഇവര് ദരിദ്രന്മാരായി പോയാല്? ഇത് ഒരു വാക്യം കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4:34. അപ്പോസ്തല പ്രവൃത്തികൾ 4:34 പറയാം, മുറ്റുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെ ഉടമസ്ഥരായവരൊക്കെ അവ വിറ്റ് വില കൊണ്ടുവന്നു. മുട്ടുള്ളവരാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കും ഒരാവശ്യവുമില്ലായിരുന്നു. എല്ലാവരും അത്യാവശ്യത്തിന് ധനവാന്മാരാണ്. ധനവാന്മാരുടെ സെൻസ് അവർക്ക് ഒന്നിന്റെ ആവശ്യമില്ല. അവർ ഹാപ്പിയാണ്. ദേ ആർ ലീഡിങ് എ ജോയ്ഫുൾ ലൈഫ്. അവർക്ക് ഒരു പൈസയുടെയും ആവശ്യമില്ല, യാതൊന്നിന്റെ ആവശ്യമല്ല. ഇങ്ങനെ ഇരുന്നിടത്തു നിന്നാണ് നമ്മളിപ്പോ റോമാലേഖനം 15:25 വായിച്ചത്. ആ യെരുശലേമിലെ ദരിദ്രന്മാരായ വിശുദ്ധന്മാര് എങ്ങനെ ഇവര് ദരിദ്രന്മാരായി പോയത്? ലൂക്കോസിന്റെ സുവിശേഷം 12 കർത്താവ് അവരോട് പറയാ, നിങ്ങൾ നോക്കിയ 12:29 മുതൽ നോക്കിയ ലൂക്കോസിന്റെ സുവിശേഷം 12:29 മുതൽ അവരോട് പറയാ, നിങ്ങൾ കർത്താവ് പറയാ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. കർത്താവിന്റെ ആഷുറൻസ് ആയത് ദൈവമാണ്. അവരോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നൊന്നും ചഞ്ചലപ്പെടരുത്. 30 ഈ വകയൊക്കെയും ലോക ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങൾ അതേപോലെ അല്ല, നിങ്ങൾ എൻ്റെ ജനമാ, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു, എനിക്കറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിലുള്ളതിന്റെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം വളരെ സമ്പന്നരാ. 31 മുന്നമേ അവന്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇത് കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇവിടെ ഈ കാര്യം വളരെ ക്ലിയറാ. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. 34 നിങ്ങളുടെ നിക്ഷേപമുള്ളത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. ഇതെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇവർ പിന്നെ എങ്ങനെ ദരിദ്രരായി പോയേ? ഇവർക്ക് വേണ്ടിയിട്ട് എന്തിനാ ഇപ്പം ഈ എന്താ പറയുന്നത്, ജാതീയ ദേശത്ത് നിന്ന് കടമെടുത്തിട്ടാണ് അവർ കാശ് ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കുന്നത്. ഒന്നും അവരുടെ ഉള്ളതിനേക്കാട്ടിൽ അവരുടെ കഷ്ടത്തിൽ നിന്നും കടമെടുത്ത് അയക്കുക. ഇവിടെ ഈ പറയുന്ന ടൈം പീരീഡ് കഴിഞ്ഞുപോയി. ഇതൊരു സത്യമാണ്, ഇതൊരു പരമാർത്ഥമാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഈ രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടത്തില്ല. ഇതൊരു ദൈവിക പദ്ധതിയാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത്, ഇത് ഈ നടക്കുന്ന കാലഘട്ടം, ഇത് കഴിഞ്ഞ ഒരു പെന്തക്കോസ്റ്റ് പീരീഡ് ആയത്. ഇവിടെ ദ ജോയ്, ദ പീസ്, ദ ഹാപ്പിനെസ്, ദ പ്രോസ്പെരിറ്റി, ഇതെല്ലാം ഒരു ഫോർടേസ്റ്റ് ഓഫ് കമ്മിങ് കിങ്ഡം. ആ വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ മുന്നോടിയായിട്ടുള്ള ദിനങ്ങളാണ്. അതിന്റെ ഒരു ഡിറ്റോയാണ് ഇവിടെ നടക്കുന്നത്. ഇതുപോലാണ് അവർ സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ അവർക്ക് ഒന്നിനും മുട്ടില്ല, ഒരുത്തർക്കും ഒന്നിന്റെ ആവശ്യമില്ല. അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവരുടെ വസ്തുവകകളെല്ലാം വിറ്റുകൊണ്ട് ചാക്ക് കണക്കിനാക്കി അപ്പസ്തലന്മാരുടെ കാൽക്കൽ വെച്ചേക്കുക. ഞങ്ങൾക്ക് എന്തിനാ വീട്, ഞങ്ങൾക്ക് എന്തിനാ കാറ്, ഞങ്ങൾക്ക് വസ്തുവിന്റെ ഒന്നും ആവശ്യമില്ല. കർത്താവ് ഡയറക്റ്റ് പറഞ്ഞിട്ട് അവരുടെ കണ്ണിന് മുമ്പിൽ സ്വർഗാരോഹണം ചെയ്തിരിക്കുക.
അവരുടെ പദ്ധതി നിന്നുപോയി. ഇത് നിങ്ങൾ ഉൾക്കൊള്ളുക. ഇതാണ്, ദിസ് ഈസ് ദ ട്രൂത്ത്. ഈ സാഹചര്യം നിന്നുപോയി. ഇസ്രായേൽ വീണുപോയി. ദൈവത്തിന്റെ മഹത്വം ഇസ്രായേലിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. ഞാൻ ഒത്തിരി എപ്പിസോഡുകൾ കൂടെ കാണിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിന് തിരശീല വീണു. മത്തായി 23 വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനം 37, 38 വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു സംഗതി. അവിടുന്ന് മത്തായി 23 അവസാന വാക്യങ്ങളാ. അവിടെയൊക്കെ പറയുന്നുണ്ടല്ലോ, കർത്താവ് പറയണ്ട, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കഴിച്ച് ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അടുത്ത വാക്യം, നിങ്ങളുടെ ഭവനം ശൂന്യമായി പോകും. അങ്ങനെ അവര് ശൂന്യമായി പോയി. അങ്ങനെ അവര് ദരിദ്രന്മാരായി പോയി, പാപ്പരായി പോയി. ഇനി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ആ ഒരു സമയം ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് പറഞ്ഞു നിർത്തിയിട്ട് കർത്താവ് യെരൂശലേം ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തു നിന്നും ഇറങ്ങി പ്രാകാരത്തിൽ കൂടി കിഴക്കേ വാതിൽ കൂടി മെയിൻ കിഴക്കേ വാതിൽ വഴി അങ്ങനെ ഒലിവുമലയ്ക്ക് പോയി ഒലിവുമലയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്യുക. അവിടെ നിന്നും ദൈവത്തിന്റെ തേജസ് ഇറങ്ങിപ്പോവുക. ദൈവിക സാന്നിധ്യം യെരൂശലേം വിടുക. ഇവിടെ ആ പദ്ധതിയെ നിർത്തി ഇവിടെ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചു. അതിനെയാണ് മിസ്റ്ററി റെവലേഷൻ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അതിനായിട്ട് പൗലോസ് അപ്പോസ്തലനെ വിളിച്ചു. അവസാനം അകാല പ്രജ പോലെ അത് പോളിന് പ്രത്യക്ഷനായി. അങ്ങനെ അവനെ വിളിച്ചു വേലയ്ക്കാക്കിയ. അങ്ങനെ ഇസ്രായേൽ കൈവിടപ്പെട്ടു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യേകം അനുഗ്രഹം ലഭിച്ച ജനമല്ല ഇന്ന് അവർ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്നൊക്കെ യഹൂദനെ കണ്ടു കഴിഞ്ഞാൽ ജനം കുമ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. അവനും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇന്ന് ഒരു രാഷ്ട്രീയ യഹൂദനാ അവരൊരു ആത്മീക ദൈവത്തിന്റെ ആത്മീക യഹൂദൻ എന്നുള്ളൊരു പദവിയിൽ ഇന്ന് അവരില്ല. ദൈവം അവരെ കൈവിട്ടു പോയി. അവരും നമ്മളും ഇന്ന് ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അവർക്കൊരു പ്രത്യേകതയുമില്ല. ഇന്ന് അവർ ഫോളോ ചെയ്യുന്ന എന്ത് ചുമന്ന കാളയെ അറുത്താലും ശരി, എത്ര റെഡ് മൂണിൽ കൂടെ അവർ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും ശരി, കൈവിടപ്പെട്ടു പോകും. ഇന്ന് രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് ക്രൂശ. നീദർ ജ്യൂ നോർ ജെന്റൈൽ. ഈ കാലഘട്ടം അങ്ങനെ. ഇവിടെ യഹൂദനൊന്നുമില്ല, യവനൊന്നുമില്ല, ജാതിയൊന്നുമില്ല. എന്നേക്കാൾ ഒരു പ്രത്യേകതയും അവരിൽ ഒരാൾക്ക് ഇന്നില്ല. അവർ ഈ രാഷ്ട്രീയ ഇസ്രായേലിനെയാണ് നിങ്ങൾ കാണുന്നത്. യേശു ക്രിസ്തുവിനെ തുപ്പാൻ പറഞ്ഞാൽ അവർ തുപ്പാൻ മടിക്കാത്തവരാ. അത്ര പോലും അവരെ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. ഈ പുതിയ നിയമം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചവിട്ടി മെതിച്ചിട്ട് കയറി നടന്നു പോകും ഇതേ കൂടെ. അവർ ഈ രാഷ്ട്രീയ യഹൂദന്. അവരും നമ്മളും ഇന്ന് ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ പലരും വിചാരിക്കുന്ന പോലെ അവരെന്തോ പ്രത്യേക ജനം. ഓഫ് കോഴ്സ് അവർ പ്രത്യേക ജനം. അവരെ ദൈവം വിളിച്ച് പ്രത്യേക ജനമാക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ കാലം ദൈവം അവരെ കൈവിട്ട് കളഞ്ഞിരിക്കുന്ന കാലമാണ്. അവരെ ഒരുക്കുന്നതിന് വേണ്ടി ദൈവം അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവം അവർക്ക് യഥാസ്ഥാനപ്പെടുത്തും. യാക്കോബിൽ നിന്ന് ദൈവം അവരുടെ ഇടയിലേക്ക് മടങ്ങി വരും, അവരെ യഥാസ്ഥാനപ്പെടുത്തും. ഇതെല്ലാം നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. വളരെ വാസ്തവമാണ്. ദൈവം അത് പിതാക്കന്മാരോട് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം, അത് ചെയ്യും. ഇന്ന് അവർക്ക് ഒരു പ്രത്യേകതയും ഇല്ല. ഇന്ന് ഞാനും നിങ്ങളും അവരും എല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ളത് ശരിയാണ്. ബട്ട് അത് ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യമാണ്. സ്വർഗം എന്ന് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ചുമന്ന കാളയെ അറുത്താലും ഒരു പ്രയോജനവുമില്ല. ഏത് തൊപ്പി വെച്ച പുരോഹിതൻ അവിടെ യാഗം കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. കാഹളം ധ്വനിക്കും, കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ 2 പദ്ധതികൾ ദൈവം തുറന്നു വെച്ചിട്ടില്ല. എല്ലാ കാലത്തും ഒരേ ഒരു പദ്ധതിയുള്ളത്, അത് ക്രൂശിന്റെ പദ്ധതിയാണ്. ഈ കാലഘട്ടത്തിൽ അത് നമുക്ക് വെളിപ്പെട്ടിരിക്കുക. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. ഇത് കഴിഞ്ഞ് നാം പോയതിനു ശേഷം അവരെ യഥാസ്ഥാനപ്പെടുത്തും. അന്നും രക്ഷ ക്രൂശിലൂടെ തന്നെ. പക്ഷെ എന്നുണ്ടെങ്കിൽ ആ ക്രൂശിൽ അവർ വിശ്വസിക്കുന്നുവെന്നും അവർ കൊന്ന യേശു ക്രിസ്തു, അവർ നിരസിച്ച് കളഞ്ഞ യേശു തന്നെ അവർ കാത്തിരുന്ന മശിഹ എന്നൊക്കെ വിശ്വസിച്ച് ജനത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടും ജനത്തിന്റെ മുമ്പിൽ അത് പ്രോക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ സമയത്ത് ബാപ്റ്റിസം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ജലസ്നാനമൊക്കെ മടങ്ങി വരും ആ കാലഘട്ടത്തിൽ. കാര്യം അത് ജനത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ സാക്ഷി, യേശു തന്നെ ക്രിസ്തു, നാം കാത്തിരുന്ന മശിഹ, നാം കൊന്നുകളഞ്ഞ മശിഹ ക്രിസ്തു, യേശു തന്നെ മശിഹ എന്നൊക്കെ പ്രോക്ലെയിം ചെയ്യാനായിട്ട് അവരത് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ അത് കാലഘട്ടം വേറെയാണ്. ഇവിടെ സകലവും വിറ്റ് യഹൂദന്മാരുടെ കാൽക്കൽ വെച്ച ശേഷം അവർ പാപ്പരായിപ്പോയി.
ഗലാത്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസിനോട് പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന രംഗമുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ ആ ജെന്റിൽമാൻ എഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്, പൗലോസെ, ജാതികളുടെ ഇടയിലൊക്കെ പോകുന്നതൊക്കെ ശരി, പക്ഷെ ഇവിടെ ചില ദരിദ്രന്മാരുണ്ട്, അവർ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിടത്തി ഉറക്കുന്നില്ല, എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, എന്താണ് കാര്യങ്ങൾ, ഒന്നും പറഞ്ഞതുപോലെ നടന്നില്ല, എന്തുകൊണ്ടാണ് കർത്താവിന്റെ പ്രത്യക്ഷത നടക്കാതെ പോയെന്നൊക്കെ. ഇവിടെ ദരിദ്രരെ കണ്ടല്ലേ, ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. ഈ ഉത്സാഹിച്ചത് കാരണമാണ് അവിടുന്ന് അക്കായയിൽ നിന്നും മക്കതോനിയയിൽ നിന്നും ഒക്കെ കാശൊക്കെ പിരിച്ച് അവർ കൊടുക്കുന്ന കാശുമൊക്കെ ആയിട്ട് ഇവിടുത്തെ ദരിദ്രന്മാർക്ക് കൊടുക്കാൻ വരുന്നത്. കാര്യം ഇവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല, ദൈവം അവരെ കൈവിട്ട് കളയുവാനായിട്ടിടയായി. ഏറ്റവും മുന്നിൽ നിന്നിരുന്ന അധ്യക്ഷനായിരുന്നു പത്രോസ് അപ്പോസ്തലൻ. അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, അദ്ദേഹത്തെ അന്ത്യം വരെയും ദൈവത്തിന്റെ വിശ്വസ്തനായിട്ട് നിന്ന് തന്നെ ശുശ്രൂഷിച്ചു. കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും താന് ഈ അനേകരുടെ ഈ ചോദ്യങ്ങൾ താൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അനേകർ തന്നോട് ചോദിച്ചിട്ടുണ്ട്, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവൻ വരുമെന്ന് പറഞ്ഞു പോയി, നമ്മളെല്ലാം വിറ്റ് എല്ലാവരുടെയും കാൽക്കൽ കൊണ്ടുവച്ചു, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് പത്രോസിനോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു സാഹചര്യം. പത്രോസ് അപ്പോസ്തലൻ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി, ഈ കാര്യങ്ങൾ ദൈവം കൈവിട്ടു. നമ്മുടെ മഹാപുരോഹിതനും പൗരോഹിത്യ വൃന്ദവും പരീശനും ശാസ്ത്രിമാരും ഒന്നും കർത്താവിനെ അംഗീകരിക്കാതെ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മെ കൈവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ കാര്യം ക്ലിയർ ആകും. അതിനു പകരമായിട്ട് പത്രോസ് അപ്പോസ്തലന് അവരോട് പറയാൻ ശ്രമിക്കുന്നപ്പോഴും, യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് ഞാൻ അറിയിച്ചത് നിർമ്മിത കഥകളല്ല, ഞങ്ങൾ പറഞ്ഞതൊന്നും ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് അല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്, ഞാനും യാക്കോവും യോഹന്നാനും ചേർന്നിരിക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ പല സമയങ്ങളിൽ അശരീരി ഉണ്ടായിട്ടുള്ളത്, ഞങ്ങൾ കേട്ടിട്ടുള്ളത്, ഞങ്ങളുടെ കൈ തൊട്ടിട്ടുള്ളത്, ഞങ്ങളുടെ കണ്ണ് കണ്ടിട്ടുള്ളതാ. ഞങ്ങൾ പറയുന്നത് ഒന്നും നിർമ്മിത കഥകളല്ല, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് അല്ല. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല. ഇതൊക്കെ വന്നപ്പോഴാണ് പിന്നെ പത്രോസ് അപ്പോസ്തലൻ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ദിവസം പോലാണ്, ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വർഷം പോലെ, 1000 വർഷം എന്ന് പറയുന്നത് ഒരു വർഷം പോലെ എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു കണക്കുകൾ, പുതിയതല്ല, അങ്ങനൊരു സംഗതികളൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത് ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ഒരു ദിവസം പോലും ആയിട്ടില്ല, 1000 വർഷമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വർഷം, ഒരു ദിവസം. അപ്പൊ അതുകൊണ്ട് ആ ഒരു കണക്കും പ്രകാരം താമസം ആയിട്ടില്ല, ഒരു ദിവസം പോലും ആയിട്ടില്ല, ദൈവം വരും എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓഫ് കോഴ്സ് ദൈവം വരും, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവം അവരിൽ രാജാവായിട്ട് അവരോടൊപ്പം വാഴും, അവരെ യഥാസ്ഥാനപ്പെടുത്തും, അവരുടെ ഇടയിൽ വരും. പക്ഷെ എന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ദൈവം അവരെ കൈവിട്ടിരിക്കുക. യഹൂദനെ ഫോൾ ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമയമാണ്. ഇന്ന് ക്രിസ്ത്യൻഡത്തിന് മുഴുവനും പറ്റിയിരിക്കുന്നത് ഈ ഒരു അന്ധകാരം. പത്രോസ് അപ്പോസ്തലനെ ഇതിലൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റാതെ വണ്ണം ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇന്നുള്ള ആത്മീക നേതാക്കന്മാർ മുഴുവനും ഇതിൽ തെറ്റിപ്പോയിരിക്കും. ആത്മീക നേതാക്കന്മാരെന്ന് അഭിമാനിക്കുന്നവരെല്ലാവരും തന്നെ ഈ തെറ്റിൽ അകപ്പെട്ടിരിക്കുക. പെന്തക്കോസ്ത് നാൾ മുതൽ അന്ത്യകാലം ആരംഭിച്ചു, ഏത് സമയത്തും വരും, ഏത് സമയത്തും കർത്താവ് വരും. അത് ആയിരിക്കുമോ മുന്നിൽ, അതോ റാപ്ചർ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയമേ ഉള്ളൂ. ഇത് രണ്ടും ഉണ്ടെന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കർത്താവ് രാജാവായിട്ട് ഇവിടെ വന്നതിന് ശേഷമായിരിക്കുമോ റാപ്ചർ നടക്കുന്നതെന്നൊക്കെയാ ചിന്ത. അടിമുടി ഇതിനെ തെറ്റായിട്ട് മനസ്സിലായിരിക്കുക. ആ ഒരു ഓർഡറും ആ ഒരു സ്ട്രക്ചറും എന്താ നടക്കുന്നതെന്ന് അറിയാതെ. ഇത് സാധാരണക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നേതാക്കന്മാര്, ആത്മീക നേതാക്കന്മാര് കോടിക്കണക്കിന് ജനത്തെ അന്ധകാരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. സത്യം നമ്മുടെ കണ്ണിന് മുമ്പിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ പാരമ്പര്യത്തിലും പഴങ്കഥകളിലും കിടക്കുക. അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ അധികാരത്തിലേക്ക് കൈക്ക് പിടിച്ച് നയിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യരെ അവിടുന്ന് പോരാൻ സമ്മതിക്കത്തില്ല. ഈ സത്യം മനസ്സിലാക്കാൻ ഒരു മനുഷ്യർക്കും സാവകാശം കൊടുക്കത്തില്ല. എന്നെ കേൾക്കുന്നവരെ, ശാന്തമായിട്ട് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്ന നിങ്ങളാ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുത്തരോടും സമാധാനം പറയാൻ ഒരുത്തരും നിങ്ങളുടെ അടുത്ത് കാണത്തില്ല. നിങ്ങളുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ ഒരു മാമനും മച്ചാനും മരുമോനും നിങ്ങളുടെ അടുത്ത് കാണത്തില്ല. മോർച്ചറിയിൽ കയറ്റി ആയുസ് ബോക്സിനകത്തിൽ കയറ്റി വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഇടപാട് തീരും. നിങ്ങളെ പിന്നെ ഒരുത്തരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. തീരുമാനിക്കേണ്ടുന്നത് നിങ്ങളാ. സത്യമായത്, സത്യവചനമായത് നിങ്ങൾ മലയാളത്തിൽ എഴുതി നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. പഴങ്കഥകളും പാരമ്പര്യങ്ങളും വിട്ടുകളയുക.
ഈ പാരമ്പര്യം മനസ്സിലാക്കിയ അപ്പച്ചന്മാരൊന്നും ഇതൊന്നും പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ല. അവരൊക്കെ ഒരു ലെവൽ വരെ അവരെ സമർപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ സത്യം മനസ്സിലാക്കാതിരിക്കാൻ ആരവരെ തടുത്തു കളഞ്ഞു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ലെവൽ വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ നമ്മൾ എത്തി. ഇതാണ് ഇതിന്റെ മാക്സിമം. ഞാൻ പണ്ട് ഒരു കഥ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. കഥയല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എവറസ്റ്റിൽ പോകാനായിട്ട് ആ എവറസ്റ്റിന്റെ ഒരു 2-3 കിലോമീറ്റർ താഴെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് എവറസ്റ്റിന്റെ കൊടുമുടിയുടെ മേലെ നമ്മൾ എത്തി എന്ന് പറഞ്ഞാൽ അവിടെ കുറ്റി അടിച്ചിട്ട് അവിടെ കൊടി നാട്ടി, ഇതാണ് എവറസ്റ്റ് എന്ന് പറഞ്ഞത്. കാര്യം അതിന്റെ മേലോട്ടുള്ളതെല്ലാം അങ്ങനെ പുകപടലങ്ങളിൽ മഞ്ഞും മൂടിക്കിടക്കുന്ന കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാം മഞ്ഞും മൂടൽ മഞ്ഞിനാൽ മൂടിയിരിക്കുക. അതുകൊണ്ട് ഇതാണ് ഇതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടി നാട്ടി. ഇതുപോലാണ് ക്രിസ്ത്യാനികൾ. നമ്മുടെ പിതാക്കന്മാർ എത്തി എന്ന് പറഞ്ഞിട്ട് ഒരിടം വരെ എത്തിയെടുത്ത് കൊടി നാട്ടിയിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, നമ്മൾ എത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടി നാട്ടി. ഒരല്പം കൂടെ പോയിരുന്നുണ്ടെങ്കിൽ ഈ കൃപയാലുള്ള രക്ഷ എന്താണെന്നും ഇതിന്റെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആ സ്വർഗീയ സന്തോഷം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. ഹല്ലേലൂയ. രക്ഷ നഷ്ടപ്പെട്ടു പോകാതിരുന്നേനെ. പെന്തക്കോസ്തിന്റെ അനുഭവം വരെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിർത്തി. ഇതാണ് ഇതിന്റെ ഫൈനൽ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയേക്ക്. എന്നാൽ അതിന്റെ അപ്പുറത്തൊരു തലമുണ്ട്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു തലമുണ്ട്. കാൽവറിയിലെ ക്രൂശിലൂടെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു തലമുണ്ട്. അത് മനസ്സിലാക്കണം. കൃപയാൽ പൗലോസ് അപ്പോസ്തലനോട് നമ്മളെ അറിയിച്ച ഒരു സ്വർഗീയ സന്ദേശമുണ്ട്. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയുണ്ട്. ആ റാപ്ചർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. നാം സ്വർഗത്തിലെ സിറ്റിസൺസ് ആകാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. 15-ാമത്തെ അധ്യായം നമ്മൾ അവിടെ നിർത്തുകയാണ്. ഇത് യെരുശലേമിലെ ദരിദ്രന്മാരെ സഹായിപ്പാനായിട്ട് കൊടുത്തയച്ചിരിക്കുന്ന ആ ധർമ്മോപകാരവുമായിട്ട് പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലേക്ക് പോകുന്നതും അവിടെ നിന്നും ദൈവഹിതമായാൽ ഞാൻ സ്പാനിയായിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു, പോകുന്ന വഴി റോമിൽ കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരധ്യായമാണ്. ഹല്ലേലൂയ. ഞാനിതിവിടെ നിർത്തുകയാണ്. 16-ാം അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് 16-ാമത്തെ അധ്യായം അടുത്ത ആഴ്ചയിൽ ചിന്തിച്ച് തീർക്കണം. 16-ാമത്തെ അധ്യായത്തോടു കൂടി റോമാലേഖനം അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മുടെ റോമാലേഖനത്തിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ക്വസ്റ്റ്യനും അടുത്ത ആഴ്ചയിൽ അറിയിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.